കൂടാനും കൂട്ടുപറയാനും ആയിരങ്ങളുള്ളവർ നിന്റെ ചുറ്റുപാടുള്ളപ്പോൾ, വിളിക്കാനും പറയാനും 10,000 പോറ്റാനും പുലർത്താനും 100 പേർ അവൻ്റെ ചുറ്റുമുള്ളപ്പോൾ, ജീവിതത്തിൻ്റെ ഏകാന്തതയിൽ നീ ഒറ്റപ്പെടുമ്പോൾ, കൂട്ടം വെറുത്ത് കുലവും വെറുത്ത് കൂട്ടുകാർ നിന്നെ വിട്ട് മാറിപ്പോകുമ്പോൾ, ജീവിതത്തിൻ്റെ ഒറ്റയടിപ്പാതയിൽ ഗസയ്ക്കുള്ള നിർജ്ജനവടിയിൽ നടക്കുന്ന ഫിലിപ്പോസിനെ പോലെ, ചൂരച്ചെടിയുടെ കീഴിലെ ഏലിയാവിനെ പോലെ, യോർദാന്റെ തീരത്തൊറ്റയ്ക്ക് മടങ്ങി വരുന്ന എലീശയെ പോലെ, സിംഹങ്ങളുടെ ഗുഹയിൽ ഒറ്റപ്പെട്ടു പോയ ദാനിയേലിനെ പോലെ, കാരാഗ്രഹത്തിലും പൊട്ടക്കുഴിയിലും തനിച്ചാക്കപ്പെട്ട യോസെഫിനെ പോലെ, കുണ്ടറയിലും കുഴിയിലും ചെളിക്കുണ്ടിലും തനിച്ചാക്കപ്പെട്ട യെരമ്യാവിനെ പോലെ, ഈ ജീവിതത്തിന്റെ ഏകാന്തതയിൽ ഒറ്റയടിപ്പാതയിൽ തനിയെ നടക്കുമ്പോൾ അറിയണോ നീ ഒരു അഭിഷക്തനാണ്, അവൻ ആരുമില്ലെന്ന് വരോ. സെഖറിയ പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം. അതിനവൻ, ഇവർ സർവ്വഭൂമിയുടെയും കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 അഭിഷക്തന്മാർ എന്ന് പറഞ്ഞു. സെഖറിയ പ്രവചനത്തിൻ്റെ 14 അധ്യായങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ, ബാബിലോണിയ പ്രവാസത്തിന് അനന്തരം പേർഷ്യൻ ഭരണകൂടത്തിൻ്റെ പുതിയ അന്താരാഷ്ട്ര നിയമവ്യവസ്ഥകളിൽ യഹൂദന്മാരെ വിട്ടയക്കുവാൻ തീരുമാനമുണ്ടായി. അങ്ങനെ വിട്ടയക്കപ്പെട്ട യഹൂദന്മാർ എസ്രായുടെ നേതൃത്വത്തിൽ കടന്നു വന്ന് യെരൂശലേമിലെ യാഗങ്ങളെ പുനർക്രമീകരിച്ചു. യെരൂശലേമിലെ വംശാവലി രേഖകളെ എടുത്ത് ജനത്തെ യഥാസ്ഥാനപ്പെടുത്തി. ആലയത്തിന് അടിസ്ഥാനമിട്ട് പണി തുടങ്ങി. എന്നാൽ യഹോവയുടെ മന്ദിരത്തിൻ്റെ അടിസ്ഥാനമിട്ട അന്ന് തുടങ്ങി അത്തിവൃക്ഷവും മുന്തിരിവള്ളിയും മാതളഫലവും ഫലം കായ്ക്കുവാൻ തുടങ്ങിയെങ്കിലും അവർക്ക് ആലയത്തിൻ്റെ പണിയെ ഉയർത്തിക്കൊണ്ടുപോകുവാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. ബാഹ്യ സമ്മർദ്ദങ്ങളും ആന്തരിക പ്രശ്നങ്ങളും അവരുടെ പണിയെ മുടക്കി. 1.5 പതിറ്റാണ്ടിലധികം, കൃത്യമായി പറഞ്ഞാൽ നീണ്ട 16 വർഷം ആലയത്തിൻ്റെ അടിസ്ഥാനമിട്ട പണി മുടങ്ങിക്കിടന്നു. എന്നാൽ 16 വർഷങ്ങളുടെ തികവിലേക്ക് കടന്നു വരുമ്പോൾ ഹഗായി എന്നൊരു പ്രവാചകനെ ദൈവം അയച്ച് കഴിഞ്ഞ 15 വർഷങ്ങളിലേക്ക് അവരെ വിരൽ ചൂണ്ടി ചോദിച്ചു, യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ടിട്ട് ഇന്ന് വരെ നിങ്ങളൊന്ന് നോക്ക്, നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് വിത്തിനെയും കളപ്പുരയിൽ വെച്ച് നിങ്ങൾ അധ്വാനിക്കാതിരിക്കുന്നുവെന്ന് ചോദിച്ചു. എന്നാൽ ഹഗായിയുടെ പ്രഭാഷണങ്ങൾക്ക് വേണ്ടത്ര ജനത്തെ ഉണർത്തുവാൻ കഴിഞ്ഞുവെങ്കിലോ അതിലെ അധികാരികളെ ഉണർത്തുവാൻ കഴിഞ്ഞില്ല. അവർ പിന്നെയും സങ്കടപ്പെട്ടും കരഞ്ഞും കൊണ്ടിരുന്നു. ആ സമയത്താണ് സെഖറിയാവ് എന്ന് പറയുന്ന പ്രവാചകൻ എഴുന്നേറ്റ് വരുന്നത്. സെഖറിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 14 അധ്യായങ്ങൾ കാണുവാൻ കഴിയും. അതിലെ ആദ്യത്തെ 8 അധ്യായങ്ങൾ ലഭിച്ചതിന് ശേഷം പിന്നീടുള്ള ഏതാണ്ട് 20 വർഷങ്ങൾക്ക് അനന്തരമാകുന്നു തൻ്റെ പ്രവചനത്തിൻ്റെ അടുത്ത ഭാഗങ്ങൾ തനിക്ക് ലഭിക്കുന്നത്. ഞാൻ അതിലേക്കൊന്നും വിശദമായി കടക്കുന്നില്ല. എന്നാൽ സെഖറിയ പ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യത്തെ 6 അധ്യായങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 6 അധ്യായങ്ങൾ ദർശനങ്ങളാണ്. ഏതാണ്ട് 8 ദർശനങ്ങളെ നമുക്കവിടെ കാണുവാൻ കഴിയുക. എന്നാൽ 7 തുടങ്ങി 14 വരെയുള്ള അധ്യായങ്ങളുടെ ഓരോ അധ്യായങ്ങളുടെ ആരംഭം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ ആദ്യത്തെ 6 അധ്യായങ്ങൾ വിഷൻസ് ആണെങ്കിൽ പിന്നീടുള്ള 8 അധ്യായങ്ങൾ ഒറാക്കിൾസ് ആണ്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ, വെളിപാടുകളാണ് നൽകപ്പെടുന്നത്. അങ്ങനെ ആദ്യത്തെ 7 അധ്യായങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ സെഖറിയ പ്രവാചകനെ 8 ദർശനങ്ങളെ നൽകുന്നതിനെ കാണുവാൻ കഴിയുക. ആ 8 ദർശനങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിലെ 5ാമത്തെ ദർശനത്തിൻ്റെ ഒരു ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. 8 ദർശനങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോൾ ഞാൻ മുൻപ് ഓർപ്പിച്ചിട്ടുള്ളതാണ്, ആരംഭത്തിൽ കുതിരകളെ കാണുന്നു. ആ ഞാങ്ങണകളുടെ ഇടയിലെ കുതിരകളെ കണ്ട് താൻ ദർശനം ആരംഭിക്കുകയാണ്. അതിനുശേഷം 4 കൊമ്പുകളെയും 4 കൊല്ലന്മാരെയും താൻ കാണുകയാണ്. അതിനുശേഷം തൂക്കുകട്ട പിടിച്ച ഒരു പുരുഷനെ താൻ കാണുകയാണ്. അതിനനന്തരമായി യോശുവ എന്ന മഹാപുരോഹിതനെ താൻ കാണുകയാണ്. ആ യോശുവ എന്ന മഹാപുരോഹിതൻ്റെ ദർശനത്തിന് അനന്തരമായിട്ട് താൻ കാണുന്നത് ഒരു പൊൻ നിലവിളക്കും ആ നിലവിളക്കിനോട് പശ്ചാത്തലവുമായി നിൽക്കുന്ന ചില വിഷയങ്ങളാണ്. അതിനനന്തരം 6ാമത്തെ ദർശനത്തിലേക്ക് താൻ കാണുമ്പോൾ പാറിപ്പോകുന്ന ഒരു ചുരുളിനെ തനിക്ക് കാണുവാൻ കഴിയുക. 7ാമത്തെ ദർശനം എന്ന് പറയുന്നത് ഒരു ഏഫയും അതിലടച്ചതായ ഒരു സ്ത്രീയെയും നമുക്ക് കാണുവാൻ കഴിയുക. 8ാമത്തെ ദർശനത്തിലേക്ക് താൻ കടന്നു വരുമ്പോൾ 4 രഥങ്ങൾ പൂട്ടപ്പെട്ട് പുറപ്പെടുന്നതിനെ താൻ കാണുകയാണ്. കുതിരകളിൽ ആരംഭിച്ച് രഥങ്ങളിൽ അവസാനിക്കുന്ന 8 ദർശനങ്ങളാണ് സെഖറിയാവിന് നൽകപ്പെട്ടത്. ആ സെഖറിയാവിന് നൽകപ്പെട്ട 8 ദർശനങ്ങളിൽ 5ാമത്തെ ദർശനമാണ് ഇന്ന് പകൽക്കാലം നാം വായിച്ച വേദഭാഗത്തിൻ്റെ ആധാരം. എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സെഖറിയാവ് ആ 5ാമത്തെ ദർശനത്തിലേക്ക് കടന്നു വരികയാണ്. സെഖറിയാവിനോട് സംസാരിക്കുവാൻ തക്കവണ്ണം ഒരു ദൂതനെ അവിടെ അപ്പോയിൻ്റ് ചെയ്യുന്നു. സെഖറിയ പ്രവചനം 4-ാം അധ്യായം 1-ാം വാക്യം അവിടെ അങ്ങനെയാണ് ആരംഭിക്കുന്നത്, എന്നോട് സംസാരിക്കുന്ന ദൂതൻ. ഇന്ന് പകൽ അതിനകത്തു നിന്ന് സ്തോത്രം പരിശുദ്ധാത്മാവ്
കർത്താവ് നൽകുന്ന വെളിപ്പാടുകളെ പറഞ്ഞ് ഞാൻ കയറുകയാണ്. നിന്നോട് സംസാരിക്കുന്ന ദൂതൻ പിന്നെയും വന്നു. നിന്നോട് ചില മനുഷ്യർ സംസാരിക്കാതായേക്കാം. നിന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നവർ സംസാരം നിർത്തിയേക്കാം. ബന്ധങ്ങൾ നിനക്ക് നഷ്ടപ്പെട്ടേക്കാം. മാനുഷിക ബന്ധങ്ങൾ നിനക്ക് നഷ്ടപ്പെടുമ്പോൾ ഇന്ന് രാത്രി ഇന്ന് പകൽ നീ തിരിച്ചറിയണം, നിന്നോട് സംസാരിപ്പാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്നു. ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ടെ, മനുഷ്യൻ എന്നെ ഒറ്റപ്പെടുത്തിയാലും സമൂഹം എന്നെ ഏകാന്തതയിലേക്ക് തള്ളിവിട്ടാല് എന്നോട് സംസാരിപ്പാൻ ഒരുത്തനുണ്ട്. അവൻ സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വരും. കെരീത്തിലെ കാക്കയുടെ വരവ് നിലച്ചാൽ ഒരു വിധവയെ ഒരുക്കും. വിധവയുടെ വീട്ടിൽ നിന്ന് പുറത്തിറക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ദൂതൻ എനിക്ക് വേണ്ടി ഇറങ്ങി വരും. ഇന്ന് പകൽ തിരിച്ചറിഞ്ഞാട്ടെ, മാനുഷിക വാതിലുകളെ മനുഷ്യന് കൊട്ടിയടയ്ക്കാൻ കഴിയുമോ? പക്ഷെ മനുഷ്യൻ അടയ്ക്കാൻ കഴിയാത്ത ഒരു വാതിൽ എനിക്ക് സ്വർഗത്തിലുണ്ട്. മനുഷ്യന് തടുക്കുവാൻ കഴിയാത്തൊരു ബന്ധം എനിക്കുണ്ട്. അതൊരു ഏഞ്ചലിക് റിലേഷനാണ്. മുമ്പേ അഭിഷക്തൻ വചനം ശുശ്രൂഷിക്കുന്ന സമയത്തൊരു കാര്യം ഇങ്ങനെ പറഞ്ഞിരുന്നു. അമ്മേ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത ഒരുത്തൻ്റെ ഏഷണിക്കകത്തും നുണയ്ക്കകത്തും പൊളിയുന്ന ബന്ധമല്ല എന്ന്. ഞാൻ അതിനോട് ചേർത്തൊരു കാര്യം പറയുകയാണ്. മാനുഷിക ബന്ധങ്ങളെ മനുഷ്യൻ ഇടപെട്ടാൽ മാറ്റാൻ കഴിയുക. മനുഷ്യൻ പറഞ്ഞുകൊടുത്ത് ഓതിക്കൊടുത്ത് നിന്റെ ബന്ധങ്ങളെ മുറിക്കാൻ കഴിയുക. പക്ഷെ ഇന്ന് പകൽ ഞാൻ നിന്നോട് പറയുകയാണ്, നിനക്ക് വേണ്ടി സംസാരിക്കാൻ, നിന്നോട് സംസാരിക്കാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവൻ നിന്നോട് സംസാരിക്കുക തന്നെ ചെയ്യുക. അവൻ ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ നിന്നെ വന്ന് നോക്കിയിട്ട് പോകത്തില്ല. ഉറങ്ങിക്കിടക്കുന്നവനെ ഉണർത്തി സംസാരിക്കുക. അമേ, അങ്ങനെയെങ്കിൽ ഞാൻ പറയുകയാണ്, നിനക്ക് ആ ദൂതനോട് സംസാരിക്കുവാനുള്ള ആഗ്രഹത്തെക്കാട്ടില്ല ആ ദൂതന് നിന്നോട് സംസാരിക്കുവാനാണ് ആഗ്രഹം. ഇന്ന് പകൽക്കാല സ്വർഗം ആഗ്രഹിക്കുകയാണ് നീയുമായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ. കണ്ടോ, സെക്രിയാവ് ഉറങ്ങുകയാണ്. പക്ഷെ ദൂതൻ വന്ന ഉറങ്ങുകയാണെങ്കിൽ പിന്നെ പറയാമെന്ന് പറഞ്ഞ് പോവുകയല്ല. ഉറങ്ങിക്കിടക്കുന്ന സെക്രിയാവിനെ തട്ടി ഉണർത്തി ദൂതൻ സെക്രിയാവിനോട് സംസാരിക്കുകയാണ്. ഇന്ന് പകൽക്കാല ഞാനൊരു യാഥാർത്ഥ്യം ദൈവജനത്തോട് പറയാ, നീ ഉറങ്ങിയാലും നിന്റെ ഭക്ഷണം ദൂതൻ കൊണ്ട് തരുക. നീ ഉറങ്ങിയാലും നിന്നോടുള്ള അരുളപ്പാട് ദൈവം നിനക്ക് നൽകുക തന്നെ ചെയ്യുക. കാരണം നിന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് നിനക്കുള്ളതിനെക്കാട്ടിലും ആഗ്രഹം ദൈവത്തിനാണ്. ഞാനതിനെ ഇങ്ങനെ പറയാ, ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും 1000 ഇരട്ടി അല്ല 10,000 ഇരട്ടി അല്ല 10,000 ഇരട്ടി എൻ്റെ യേശുവിന് എന്നോട് സ്നേഹമുണ്ട്. എനിക്ക് എൻ്റെ യേശുവിനോടുള്ളതിനെക്കാട്ടിലോ 10,000 ഇരട്ടി 10,000 20,000 ഇരട്ടി എൻ്റെ യേശുവിന് എന്നോട് സ്നേഹമുണ്ട്. ഞാൻ സ്നേഹിച്ചവരൊത്തിരി പേരെന്നെ വഞ്ചിച്ചിട്ടുണ്ടായിരിക്കാം. എൻ്റെ നന്മ പ്രാപിച്ചവരൊത്തിരി പേരെന്നെ തിരിഞ്ഞു കുത്തിയിട്ടുണ്ടായിരിക്കാം. ഞാൻ പ്രാർത്ഥിച്ചവരൊത്തിരി പേർ എന്നെ നേരെ മുതുക് കാണിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇതിൻ്റെ എല്ലാം കടം എനിക്ക് തീരുന്നത് എവിടെയാണെന്നറിയാമോ? എത്ര പ്രാവശ്യം ഞാൻ പിണങ്ങിയാൽ, എത്ര പ്രാവശ്യം ഞാൻ പിറുപിറുത്താൽ, എത്ര പ്രാവശ്യം ഞാൻ ആ സ്നേഹത്തിന് നന്ദി കേട് കാണിച്ചാലോ കൈവിടാതെ ചേർത്ത് പിടിക്കുന്ന എൻ്റെ നാഥൻ്റെ സ്നേഹം, എൻ്റെ അപ്പൻ്റെ സ്നേഹം, എൻ്റെ നാഥൻ്റെ കൃപ, അത് മതി. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ പാടിയത്, നാഥാ നീ മതി എനിക്ക്, യേശു മാത്രം മതി. ഇന്ന് പകൽ മാനുഷിക സ്നേഹങ്ങൾ പടിഞ്ഞാറേ ചക്രവാളത്തിൽ സമുദ്രത്തിന്റെ അകത്തളങ്ങളിൽ ഒതുങ്ങിപ്പോകുന്ന സൂര്യനെ പോലെ മറഞ്ഞു പോകുമ്പോൾ മരണത്താൽ മറയാത്ത മഹൽ സ്നേഹത്തിന്റെ പ്രഭയാൽ ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയുമില്ല എന്ന് എന്നോട് അരുളി ചെയ്ത ഒരു കാന്തൻ എനിക്കുണ്ട്, ഒരു അപ്പൻ എനിക്കുണ്ട്, ഒരു നാഥൻ എനിക്കുണ്ട്. അതാണ് എൻ്റെ ജീവിതത്തിന്റെ ഉറപ്പ്, അതാണ് എൻ്റെ ജീവിതത്തിന്റെ ധൈര്യം. കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറ. ഉറങ്ങിക്കിടന്ന സെക്രിയാവിനെ ദൂതൻ തട്ടി ഉണർത്തിയിട്ട് പറയാ, നമുക്ക് വർത്താനം പറയാം. സെക്രിയാവ് തിരിഞ്ഞു കിടന്നു കാണും. ദൂതൻ പറഞ്ഞു, നീ എഴുന്നേര്, നീ എന്തോ സ്വപ്നം കണ്ടോണ്ടാ കിടക്കുന്നേ, നീ എന്തോ സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുന്നേ. സെക്രിയാവ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന ദൂതൻ്റെ അടുക്കൽ പറഞ്ഞു, ഞാൻ എന്താ കണ്ടതെന്നറിയാവോ? പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ട്, അതിൻ്റെ തലയിലൊരു കുടം, ആ കുടത്തിൻ്റെ മേൽ 7 വിളക്ക്, അതിൻ്റെ തലയ്ക്കിലുള്ള ആ 7 വിളക്കിൽ 7 കുഴലുകൾ. ആ കുഴലുകൾക്ക് അരികെ കുടത്തിൻ്റെ വലത്തുഭാഗത്ത് ഒന്ന് ഇടത്തും ഒന്ന് വലത്തുമായി 2 ഒലിവ് മരം ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ ഈ ദർശനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ്
സെരുബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതത്തിൻ്റെ പ്രത്യക്ഷത കടന്നു വരുന്നതും ഈ വിഷയത്തെ അവിടെ അങ്ങ് കട്ട് ചെയ്തു. ഈ വിഷയം കട്ട് ചെയ്തിട്ട് അടുത്ത ദർശനത്തിലേക്ക് പോയി. അടുത്ത ദർശനവും പ്രവചനവും ഒക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും സഖറിയാവ് ദൂതൻ്റെ അടുക്കൽ ചോദിച്ചു, നമ്മൾ മുമ്പേ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, അതിൻ്റെ ഇടയ്ക്കാ മറ്റേ കാര്യം കയറി വന്നേ, അതുകൊണ്ട് എനിക്ക് ആ വിളക്കിനെ കുറിച്ച് അറിയണം. 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന് ഞാൻ അവനോട്, വിളക്ക് തണ്ടിന് ഇടത്തുഭാഗത്തും വലത്തുഭാഗത്തുമുള്ള 2 ഒലിവുമരം എന്താകുന്നു എന്ന് ചോദിച്ചു. സഖറിയാവ് ഇവിടെ കാണുകയാണ് ഒരു വിളക്ക് തണ്ട്. സമാഗമന കൂടാരത്തിൽ മോശയ്ക്ക് നൽകിയ വെളിപ്പാട് പ്രകാരം പണിയപ്പെട്ടതുപോലെ ഒരു വിളക്ക് തണ്ട്. ആ വിളക്ക് തണ്ടിൻ്റെ മുകളിലായി, ആ നടുത്തണ്ടിന് മുകളിലായിട്ട് ഒരു പാത്രം ഇരിക്കുന്നു. ആ പാത്രത്തിലേക്ക് 7 കുഴലുകൾ പിടിപ്പിച്ചിരിക്കുന്നു. ആ 7 കുഴലുകൾ വഴി പാത്രത്തിൽ നിന്ന് വിളക്കിലേക്ക് പൊൻനിറമായ എണ്ണ പകർന്നുകൊണ്ടിരിക്കുന്നു. ഈ എണ്ണ എവിടെ നിന്നാണ് വരുന്നതെന്നറിയാമോ? ഈ വിളക്കിൻ്റെ 2 ഭാഗത്തും 2 ഒലിവ് വൃക്ഷങ്ങൾ നിൽക്കുകയാണ്. ആ ഒലിവ് വൃക്ഷങ്ങളിൽ നിന്ന് ഇതാ പൊൻനിറമായിട്ടുള്ള എണ്ണ ആ പാത്രത്തിലേക്ക് ഒഴുകുന്നു. ആ പാത്രത്തിൽ നിന്ന് 7 പൈപ്പുകൾ വെച്ച്, 7 കുഴലുകൾ വെച്ച് 7 തിരികളിലേക്ക് അതൊഴുകുകയാണ്. സ്തോത്ര. ഇതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഈ സഖറിയാവ് ചോദിച്ചോ, ഇത് എന്താകുന്നുവെന്ന് ചോദിച്ചോ. സഖറിയാവ് ഇവിടെ ഒരു അസാധാരണ കാര്യം കാണുകയാണ്. സാധാരണമായി ഒലിവ് മരത്തിൽ ഒലിവുംകായ്കൾ ഉണ്ടാകും. ആ ഒലിവുംകായ്കളെ പറിച്ചെടുത്ത് ചക്കിലിട്ട് ആട്ടി, സ്തോത്രം, അതിനകത്തുനിന്ന് എണ്ണ എടുത്ത് ആ എണ്ണ തെളിയുവാൻ തക്കവണ്ണം ഏറെ നേരം വെച്ച് അതിൻ്റെ മട്ട് ഊറ്റിയെടുക്കുമ്പോൾ കിട്ടുന്ന എണ്ണയുടെ നിറമാണ് എന്ത്? പൊൻനിറമുള്ള ഒലിവെണ്ണ. എന്നാൽ ഇതാ ഈ മരത്തിൽ നിന്ന് പൊൻനിറമായ ഒലിവെണ്ണ കായല്ല വരുന്നത്, മട്ട് നിറഞ്ഞ എണ്ണയല്ല വരുന്നത്. അതിനപ്പുറമായിട്ട് സ്തോത്രം, മട്ടൂറിയ പൊൻനിറമുള്ള ഒലിവെണ്ണ ഇതാ ഈ പാത്രത്തിലേക്ക് വീഴുന്നു. ആ പാത്രത്തിൽ നിന്ന് 7 കുഴലുകൾ വഴി ഈ വിളക്കിൻ്റെ 7 തിരികൾ നിറഞ്ഞു നിൽക്കുന്ന 7 ഇതിലേക്ക് വരുന്നു. ഈ വിളക്കിനെ കുറിച്ച് നാം പഠിച്ചാൽ ഈ വിളക്കൊരു നടുത്തണ്ടാണ്, അതിനൊരു ബേസ് ഉണ്ട്. ഒരേ അടുപ്പ് പണിയായി അത് പണിതതാണ്. ഞാൻ മുൻപ് സവിസ്തരം റഹബോത്തിൽ അത് പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ 6 തണ്ടുകളിലും ബദാം പുടങ്ങളും പുഷ്പങ്ങളും ഉണ്ടായിരിക്കുക. ആ നടുത്തണ്ടിലാണ് എണ്ണ ഒഴിക്കുന്നത്. ആ നടുത്തണ്ടിൽ ഒഴിക്കുന്ന എണ്ണ ക്രിസ്തുവാകുന്ന നടുത്തണ്ടിൽ നിന്ന് 3 ശാഖകളിലേക്ക് ഇരുവശത്തിലേക്കും പടർന്ന് 6 ശാഖകളിലേക്ക് കടന്നു ചെന്ന് അത് 7 തിരികളായി കത്തിക്കൊണ്ടിരിക്കുക. ഇത് യഹോവയുടെ 7 ആത്മാക്കൾക്ക് ക്രിസ്തുവിൻ്റെ പൂർണ്ണതയാകുന്ന 7നും നിഴലായി പഠിക്കുകയാണ്. ഇങ്ങനെ ഇത് കാണുമ്പോൾ സ്തോത്ര, ആ പിക്ചർ മാറ്റിക്കുക. അവിടെ കാണുമ്പോൾ ഇവിടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്താകുന്നു ഈ 2 ഒലിവ് വൃക്ഷങ്ങൾ? ആരാകുന്നു? കാരണം സാധാരണമായി ചക്കിലിട്ട് പ്രോസസ്സ് നടത്തി തെളിഞ്ഞെടുക്കേണ്ട ഒലിവെണ്ണ ഇപ്രകാരം ഡയറക്റ്റ് നൽകുവാൻ കഴിയുന്ന ഒരു ഒലിവ് വൃക്ഷമുണ്ടെങ്കിൽ അത് ആരാകുന്നു? അപ്പോൾ സഖറിയാവിൻ്റെ അടുക്കൽ ദൂതൻ പറഞ്ഞു, ഇഫ് യു സീ സംതിങ് സൂപ്പർ നാച്ചുറൽ, നീ അഭൗമമായി ചിലത് കണ്ടു കഴിഞ്ഞാൽ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണോ, അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന അഭിഷക്തന്മാരാണ്. ഹോലി സ്പിരിറ്റ്. സഖറിയാവ് പറയുകയാണ്, ഞാൻ ഇന്ന് വരെ ഒലിവ് മരം കണ്ടിട്ടുണ്ട്, ഒലിവെണ്ണയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ കണ്ടത് എന്താണെന്നറിയാമോ? ഒലിവ് മരത്തിലെ കായ്കൾ പറിച്ചെടുത്ത് അത് ചക്കിലിട്ടാട്ടി മട്ടൂറ്റി എടുത്ത് അതിൻ്റെ തെളിഞ്ഞ ഒലിവെണ്ണയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആ ഒലിവെണ്ണ മഹാപുരോഹിതൻ പുരോഹിതപുത്രന്മാരുടെ കയ്യിൽ കൊടുത്ത് ആ പുരോഹിതപുത്രന്മാർ കൊണ്ടുവന്ന് ഈ വിളക്ക് തണ്ടിൽ ഒഴിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. സഖറിയാവിൻ്റെ അടുക്കൽ ദൈവം പറഞ്ഞു, അഭിഷക്തൻ ഒരുത്തൻ എഴുന്നേറ്റാൽ പുരോഹിതൻ ചെയ്യുന്നത് നീ കാണത്തില്ല, ചക്കിനകത്താട്ടുന്നത് നീ കാണത്തില്ല, മട്ടൂറുവാൻ വെക്കുന്നത് നീ കാണത്തില്ല. യു ക്യാൻ സീ സംതിങ് സൂപ്പർ നാച്ചുറൽ. പ്രകൃതിക്കപ്പുറമായി ചിലത് നീ കാണുമ്പോൾ നീ തിരിച്ചറിയണോ, അത് ദൈവത്തിന്റെ അഭിഷക്തന്മാരോ. ഇന്ന് പകൽ ഞാൻ നിന്നോട് പറയട്ടെ, അഭിഷക്തനെ, നിന്റെ മുൻപുള്ള ഒലിവ് മരങ്ങളെല്ലാം
നിനക്ക് മുൻപുള്ള ഒലിവ് മരങ്ങളെല്ലാം എന്തേ പൊഴിച്ചിട്ടുള്ളൂ? ഒലിവും കായ്കൾ മാത്രമേ പൊഴിച്ചിട്ടുള്ളൂ, ഒലിവ് പഴങ്ങൾ മാത്രമേ പൊഴിച്ചിട്ടുള്ളൂ. പക്ഷേ നിന്റെ മേൽ വീഴുന്ന ദൈവത്തിൻ്റെ അഭിഷേകം നിന്റെ കുടുംബത്തിൽ ഒരുത്തനും ചെയ്തിട്ടില്ലാത്ത, നിന്റെ ചരിത്രത്തിൽ ഒരുത്തനും ചെയ്തിട്ടില്ലാത്ത, നിന്റെ കാലഘട്ടത്തിൽ ഒരുത്തനും ചെയ്തിട്ടില്ലാത്ത അസാധാരണമായ ഒരു ദൈവ പ്രവർത്തിക്ക് നീ പ്രാപ്തനാകോ. കാരണം നീ ദൈവത്തിന്റെ അഭിഷേകനാ. ജീസസ്. ഒലിവ് മരത്തിൽ നിന്ന് ഒലിവെണ്ണ വരുമോ? ഒലിവ് മരത്തിൽ നിന്ന് ഒലിവെണ്ണ വരുമോ? നിങ്ങൾ പറഞ്ഞേ മറുപടി. ഒലിവ് മരത്തിൽ നിന്ന് ഒലിവെണ്ണ വരുമോ? വരും. അഭിഷേകമുണ്ടെങ്കിൽ, നീ അഭിഷക്തനാണെങ്കിൽ അത് സംഭവിക്കാം. മല്ലനിൽ നിന്ന് മാധുര്യത്തെ പുറപ്പെടുവിക്കോ, ഫോത്താവിൽ നിന്ന് ഭോജനത്തെ പുറപ്പെടുവിക്കോ, മാതറയിൽ നിന്ന് മധുരം പുറപ്പെടോ, തീക്കൽ പാറയിൽ നിന്ന് ജീവജല നദികളുടെ ഉറവുകൾ പുറപ്പെടോ, ചെങ്കടലിന്റെ ആഴത്തിൽ വഴി തുറക്കോ, യോർദാൻ ചിറ പോലെ നിൽക്കോ, നീ അത്ഭുതങ്ങളെ കാണോ. അതിനൊറ്റ കണ്ടീഷനേ ഉള്ളൂ, നീ ഒരു അഭിഷക്തനായിരിക്കട്ടെ. Lartana hartana rasatala tatatala kateria ratonia rasatala bahartania lartana rasatala ratana katania riba baba shala katolia raba baba shala bakataria. ഇന്ന് പകൽ ഞാൻ അതിനകത്തുനിന്ന് അടുത്ത ഭാഗത്തിലേക്ക് കയറുകയാണ്. ഒരു നിലവിളക്കിനെ കത്തിക്കാൻ 2 അഭിഷക്തന്മാർ മതി. എങ്ങനെയെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാ, ഇരുട്ടിനെ മാറ്റാൻ ഒരു അഭിഷക്തനെ കൊണ്ട് കഴിയോ. ഇന്ന് പകൽക്കാലം നിന്റെ മേൽ ഇട്ടിരിക്കുന്ന അഭിഷേക ചില വിളക്കുകളെ കത്തിക്കാനാണ്. നിന്റെ മേൽ ഇട്ടിരിക്കുന്ന അഭിഷേക ചില വിളക്കുകളെ കത്തിക്കാനാണ്. ഇന്ന് പകൽ നിന്റെ ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാരങ്ങളുടെ നടുവിൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ കിടക്കുന്ന ഇരുട്ടിന്റെ നടുവിൽ, നിന്റെ തലമുറയുടെ മേൽ വ്യാപരിച്ച ഇരുട്ടിന്റെ നടുവ് ഇന്ന് പകൽ അഭിഷക്തനെ നിന്നിൽ നിന്നൊരു എണ്ണ പുറപ്പെട്ടാൽ, ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഒരു അഭിഷേകത്തിന് വേണ്ടി കൊതിച്ചാട്ടെ. കണക്ട് വിത്ത് an anointing. ഇന്ന് പകൽ നിന്റെ മേൽ ഒരു അഭിഷേകം തൊട്ടാൽ Ribala harakataria rahazatania ratania balahatania. മോശപണിത സമാഗമന കൂടാരത്തിൽ സ്തോത്ര വിശുദ്ധ മന്ദിരത്തിൽ ഇരിക്കുന്ന കാഴ്ചയപ്പത്തിന്റെ മേശയും നിലവിളക്കും ധൂപപീഠമോ. ആ ധൂപപീഠം പുകയണമെങ്കിൽ പുരോഹിതന്മാർ കൊണ്ടുവന്ന് ധൂപവർഗമിടണോ. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലെ ധൂപപീഠം പുകയുവാൻ ദൂതന്മാർ കൊണ്ടുവന്ന് ധൂപവർഗമിടോ. ഇന്ന് പകൽ നീ അറിയണം, ന്യായപ്രമാണം മാനുഷിക പൗരോഹിത്യത്തിന്റെ ഒത്താശയിലായിരുന്നെങ്കിൽ പുതിയ നിയമ വെളിപ്പാടിൽ വിളിച്ചു പറയുകയാണ്, വിശുദ്ധന്മാരുടെ പ്രാർത്ഥന സ്വർഗത്തിൽ കയറ്റുവാൻ ദൂതൻ ഇറങ്ങി വരും. അങ്ങനെയെങ്കിൽ ഞാൻ അടുത്തത് പറയുകയാണ്, ന്യായപ്രമാണത്തിലെ മോശയുടെ നിലവിളക്കിൽ തിരികത്തുവാൻ, വിളക്ക് കത്തുവാൻ ഇടിച്ചെടുത്ത ഒലിവെണ്ണ വേണമായിരുന്നെങ്കിൽ പുതിയ നിയമ വെളിപ്പാടിനകത്ത് സെഖറിയാവ് കാണുകയാണ്, ചക്കില്ലാതെ, ചക്കാലയില്ലാതെ, ഇടിയില്ലാതെ, ചതയില്ലാതെ ഇതാ ഒലിവ് മരത്തിൽ നിന്ന് ഒലിവെണ്ണ ഒഴുകി വരുന്നു. അത് കൃപയാണ്, അത് കൃപയാണ്, അത് കൃപയാണ്, അത് കൃപ. Holy Spirit, latana mahartani alahasatani. Abhishaktane, something supernatural will be happened through you and in you. ചിലത് അത്ഭുതകരമായി പ്രകൃതിക്ക് വിശ്വസിക്കാൻ കഴിയാത്തത് ചിലത് ഒരുത്തനിൽ സംഭവിച്ചാൽ, അസാധാരണമായത് ഒരുത്തനിൽ സംഭവിച്ചാൽ അവനെ നോക്കി ഒരു കാര്യം പറയണം, അവൻ ആരാണ്? അവൻ അഭിഷക്തനാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഇതിനകത്ത് എത്ര പേർ പറയാം, ഐ ആം ദ അനോയിന്റഡ് ഓഫ് ഗോഡ്. ഞാൻ അഭിഷക്തനാണ്, ഞാൻ അഭിഷക്തനാണ്. അധരം തുറന്ന് പറഞ്ഞേ, ഞാൻ അഭിഷക്തനാണ്, ഞാൻ അഭിഷക്തനാണ്, ഞാൻ അഭിഷക്തനാണ്. സ്തോത്രം. എന്നിട്ട് അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ വിളക്കിനെ കത്തിക്കുന്നത് അഭിഷക്തനാണ്.
ഇരുട്ടിനെ മാറ്റുവാൻ അധികാരമാർക്കാണ്? അഭിഷക്തനാണ്. ദേശത്തിൻ്റെ ഇരുട്ടിനെ മാറ്റുവാനുള്ള നിയോഗം നിൻ്റെ മേലാണ് കിടക്കുന്നത്. അത് പാപത്തിൻ്റെ ഇരുട്ടാകട്ടെ, ശാപത്തിൻ്റെ ഇരുട്ടാകട്ടെ, പാരമ്പര്യത്തിൻ്റെ ഇരുട്ടാകട്ടെ, ദേശാന്ധകാര ശക്തികളുടെ വരുത്തുന്ന ഇരുട്ടാകട്ടെ, രോഗത്തിൻ്റെ ഇരുട്ടാകട്ടെ, ദാരിദ്ര്യത്തിൻ്റെ ഇരുട്ടാകട്ടെ, ഇന്ന് പകൽ അഭിഷക്തനെ നിൻ്റെ അകത്തു നിന്ന് എണ്ണ ഒഴുകിയാൽ, അഭിഷക്തയെ നിൻ്റെ അകത്തു നിന്ന് എണ്ണ ഒഴുകിയാൽ ഇരുട്ടിനെ മാറ്റിക്കളയുന്ന ഒരധികാരം അതിനകത്തുണ്ട്. ഹോളി സ്പിരിറ്റ് റക്കറ്റല മഹത്താരി. അഭിഷക്തൻ അമാനുഷികന, അഭിഷക്തൻ ഇരുട്ട് മാറ്റുന്നവനാ. ഇതൊക്കെ ഞാൻ ആത്മമണ്ഡലത്തിൽ പറയുന്ന ഭാഗമാണ്. എന്നാൽ അഭിഷക്തൻ ലോകത്തിൽ ആരാണെന്നറിയാമോ? അഭിഷക്തൻ ലോകത്തിൽ, ഞാൻ ആ 3 ഭാഗങ്ങളെ പറഞ്ഞിട്ട് ഞാൻ തിരികെ കയറി വരാം. സ്തോത്രം. 89-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ 89-ാം സങ്കീർത്തനം 51-ാം വാക്യം അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: യഹോവേ, നിന്റെ ശത്രുക്കൾ നിന്ദിക്കുന്നു, ദൈവത്തിൻ്റെ ശത്രുക്കൾ പരിഹസിക്കും. ആരെയാണ് പരിഹസിക്കുന്നതെന്നറിയാമോ? അവർ നിന്റെ അഭിഷക്തൻ്റെ കാലടികളെ നിന്ദിക്കുന്നു. അഭിഷേകമുള്ളവനെ ലോകം നിന്ദിക്കും. അവൻ സൂപ്പർ നാച്ചുറൽ ആയിരിക്കും, അവൻ ഇരുട്ട് മാറ്റുന്നവനായിരിക്കും. പക്ഷേ എന്തു സംഭവിക്കുമെന്നറിയാമോ? അവൻ പരിഹാസങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വരും. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് യേശു കർത്താവ് ഇങ്ങനെ തിരുവായി മൊഴിഞ്ഞു: അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്കായിരുന്നു. പക്ഷെ വിളക്ക് ലോകത്തിൽ വന്നപ്പോൾ ലോകം മുഴുവൻ യോഹന്നാനെ എന്താണ് പറഞ്ഞതെന്നറിയാമോ? അവന് ഭൂതമുണ്ട്, അവന് വട്ടാണെന്നാണ് പറഞ്ഞത്. അവൻ പുരോഹിതപുത്രൻ, ദൈവാലയത്തിൻ്റെ അങ്കണത്തിൽ നിന്ന് ചുട്ട ഇറച്ചി തിന്ന് ജീവിക്കേണ്ടവൻ, മരുഭൂമിയിൽ പോയി പഞ്ഞിരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് ആലയത്തിൽ നിൽക്കേണ്ടവൻ. സ്തോത്ര. അവൻ ശണവസ്ത്രം ധരിച്ച് ആലയത്തിൽ നിൽക്കേണ്ടവൻ ഇപ്പോൾ മരുഭൂമിയിൽ പോയി ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം അരയിൽ തോൽവാറും കെട്ടി വെട്ടുക്കിളിയും കാട്ടുതേനും നിന്ന് ജീവിക്കുന്നത് കണ്ടപ്പോൾ മനുഷ്യൻ അവൻ്റെ കാലടികളെ നിന്ദിച്ചോ. പക്ഷേ അവനൊരു വിളക്കായിരുന്നു, അവനൊരു അഭിഷക്തനായിരുന്നു. അഭിഷക്തൻ പരിഹസിക്കപ്പെടോ. അവനെതിരെ ആക്ഷേപങ്ങൾ വരും, അപവാദങ്ങൾ വരും. അവനെതിരെ പറയാൻ കൊള്ളാവുന്നതും മൊത്തം പറയുക. ഇന്ന് പകൽ നിന്റെ നേരെ കയറി വരുന്ന കാരണം കൂടാത്ത അപമാനങ്ങളെ നോക്കി പറഞ്ഞാട്ടെ, എൻ്റെ അഭിഷേകത്തിന് ഞാനൊരു വില കൊടുക്കാൻ ഒരുക്കമാണ്. എൻ്റെ അഭിഷേകത്തിന് ഞാനൊരു വില കൊടുക്കാൻ ഒരുക്കമാണ്. സ്തോത്ര. വീണ്ടും 2-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ 2-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഇതാ, യഹോവയ്ക്കും അവൻ്റെ അഭിഷേകത്തിന് വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയോ അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അഭിഷക്തനെതിരെ ആരാണ് കൂട്ടം കൂടുന്നതെന്നറിയാമോ? അഭിഷക്തനെതിരെ ലോക്കൽ പുള്ളികളൊന്നുമല്ല കൂട്ടം കൂടുന്നത്. അഭിഷക്തനെതിരെ കൂട്ടം കൂടുന്നത് രാജാക്കന്മാരും അധിപതികളുമായിരിക്കണം. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ അഡ്വേഴ്സറി പറയും നിന്റെ അഭിഷേകത്തിന്റെ ലെവൽ എന്താണെന്ന്. നിനക്കെതിരെ പോരടിക്കുന്ന ശത്രുവിന്റെ വലിപ്പം പറയാ, നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകം എന്താണെന്ന്. നിന്റെ നേരെ രാജാക്കന്മാരാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ നിന്റെ അഭിഷേകം അത്ര വലുതാണ്. നിന്റെ മേൽ വല്ല പൊളവനുമാണ് നിന്നെ കടിക്കാൻ വരുന്നതെങ്കിൽ നിന്റെ അഭിഷേകം ചെറുതാ. അല്ല, 8 തലയുള്ള മൂർഖൻ ആഞ്ഞുകുത്താൻ നിന്റെ നേരെ കാഞ്ഞാണി വിടുമ്പോൾ അണലി നിന്റെ കയ്യെ ചുറ്റുമ്പോൾ തിരിച്ചറിയണം, നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകം വലിയതാണ്. യഹോവയ്ക്കും അവന്റെ അഭിഷേകനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുക, അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുക. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതല്, നിനക്കെതിരെ ചില ദേശശക്തികൾ എഴുന്നേൽക്കുമ്പോൾ, നിനക്കെതിരെ ചില ദേശാന്തകാര പോരുകൾ കൂടിയാലോചന കഴിയുമ്പോൾ, എവിടെയൊക്കെയോ ചില കോൺസ്പിറസികളുടെ ശബ്ദം നിനക്കെതിരെ ഉയരുമ്പോൾ, ഗ്ലാസ് കയറ്റിയിട്ട് വാഹനത്തിനകത്ത് നിന്നെ കുറിച്ച് വേണ്ടാതനം പറയുമ്പോൾ, ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞു കൊള്ളണം, നിന്റെ അഭിഷേകമാണ് നിനക്കെതിരെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകുവാൻ, നിന്റെ അഭിഷേകമാണ് നിനക്കെതിരെ ഒരു കോൺസ്പിറസി കൂടാകുവാൻ, നിന്റെ അഭിഷേകമാണ് നിനക്കെതിരെ ഒരു തന്ത്രം മെനയുവാൻ കാരണമാകുന്നത്. അഭിഷക്തനെ ഒന്ന് പരിഹസിക്കപ്പെടും, 2 അഭിഷക്തനെതിരെ യുദ്ധങ്ങൾ സംഭവിക്കാം. അഭിഷക്തനെതിരെ പോരുകൾ കടന്നു വരും, അഭിഷക്തനെതിരെ ഗൂഢാലോചനകൾ വരും. അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരിക. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 70 ആഴ്ചവട്ടക്കാലത്തിൻ്റെ പ്രവചനം പറയുകയാണ്. അതിൽ 7 ആഴ്ചവട്ടം കൊണ്ട് നഗരം പണിയപ്പെടുന്നു. അതിനനന്തരമായിട്ട് 9-ാം അധ്യായം 26-ാം വാക്യത്തിൽ 62 ആഴ്ചവട്ടത്തിന് ശേഷം അവിടെ വിളിച്ചു പറയുകയാണ്, 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും. അപ്പൊ അഭിഷക്തനെ ലോകം എന്ത് ചെയ്യും?
ചെയ്യത്തില്ല, വെച്ചേക്കത്തില്ല. ഞാൻ അതല്ല, ഇത് കർത്താവായ യേശു മിശിഹായെ കുറിച്ചുള്ള ഭാഗമാണ്. 70 ആഴ്ചവട്ട, 62 ആഴ്ചവട്ട 2000 വർഷങ്ങൾക്ക് മുൻപ് AD 30കളിൽ തീർന്നു. ഇനിയും 69 ആഴ്ചയ്ക്ക് ശേഷം 70ാമത്തെ ഒരു ആഴ്ചവട്ടമുണ്ട്. ആ ആഴ്ചവട്ടത്തിനായി നാം കാത്തിരിക്കുന്നു. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. സ്തോത്രം. ആ ആഴ്ചവട്ടത്തിൻ്റെ ആരംഭത്തിങ്കിൽ സഭ ഇവിടെ നിന്ന് എടുത്തുകൊള്ളപ്പെടോ. സഭ ആ 70ാമത്തെ ആഴ്ചവട്ടത്തിൽ കൂടെ പോവുകയില്ല. 70 ആഴ്ചവട്ടത്തിൻ്റെ പൂർണ്ണതയിൽ സ്തോത്ര വീണ്ടും മശിഹ ഒലിവുമലയിൽ ഇറങ്ങി വരികയോ. ഹർമഗദോൻ യുദ്ധത്തിൽ യൂഫ്രട്ടീസ് നദി വറ്റിക്കൊണ്ട് കിഴക്ക് നിന്ന് രാജാക്കന്മാർ യുദ്ധത്തിന് വരുമ്പോൾ ആ യുദ്ധത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന തുളയ്ക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ കൈകാലുകൾ പ്രദർശിതമാകുന്ന ഹർമഗദോൻ യുദ്ധത്തിൽ സ്തോത്ര സഹസ്രാബ്ദം വാഴ്ച ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുകയും ചെയ്യുക. അത് 70 ആഴ്ചവട്ടത്തിൻ്റെ പൂർണ്ണതയാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ അഭിഷക്തൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടുക. അടുത്ത ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്, അവന് ആരും ഇല്ലെന്ന് വരിക. ഇന്ന് പകൽ അഭിഷക്തന്റെ പ്രത്യേകത ഇതാണ്, അവന് ആരും ഇല്ലെന്ന് വരിക. ഇന്ന് പകൽ ജീവിതത്തിന്റെ ഒറ്റപ്പെടലുകളെ നോക്കി പറഞ്ഞാട്ടെ, ഞാൻ ഒരു അഭിഷക്തനാണ്. കൂടാനും കൂട്ടുപറയാനും ആയിരങ്ങളുള്ളവർ നിന്റെ ചുറ്റുപാടുള്ളപ്പോ, വിളിക്കാനും പറയാനും 10,000 പോറ്റാനും പുലർത്താനും 100 പേർ അവന്റെ ചുറ്റുമുള്ളപ്പോൾ, ജീവിതത്തിന്റെ ഏകാന്തതയിൽ നീ ഒറ്റപ്പെടുമ്പോൾ, കൂട്ടം വെറുത്ത് കുലവും വെറുത്ത് കൂട്ടുകാരൻ നിന്നെ വിട്ട് മാറിപ്പോകുമ്പോൾ, ജീവിതത്തിന്റെ ഒറ്റയടിപ്പാതയിൽ ഗസയ്ക്കുള്ള നിർജ്ജനവടിയിൽ നടക്കുന്ന ഫിലിപ്പോസിനെ പോലെ, ചൂരച്ചെടിയുടെ കീഴിലെ ഏലിയാവിനെ പോലെ, യോർദാന്റെ തീരത്തൊറ്റയ്ക്ക് മടങ്ങി വരുന്ന എലീശയെ പോലെ, സിംഹങ്ങളുടെ ഗുഹയിൽ ഒറ്റപ്പെട്ടു പോയ ദാനിയേലിനെ പോലെ, കാരാഗ്രഹത്തിലും പൊട്ടക്കുഴിയിലും തനിച്ചാക്കപ്പെട്ട യോസെഫിനെ പോലെ, കുണ്ടറയിലും കുഴിയിലും ചെളിക്കുണ്ടിലും തനിച്ചാക്കപ്പെട്ട യെരമ്യാവിനെ പോലെ, നീ ജീവിതത്തിന്റെ ഏകാന്തതയിൽ ഒറ്റയടിപ്പാതയിൽ തനിയെ നടക്കുമ്പോൾ അറിയണോ, നീ ഒരു അഭിഷക്തനാണ്. അവൻ ആരുമില്ലെന്ന് വരോ. ഗബത്തയിൽ നിന്ന് മരക്കുരിശ് ചുമന്ന് കൽത്തളത്തിൽ നിന്ന് തലയോട്ടി കളത്തിലേക്ക്, ഗബത്ത എന്ന കൽത്തളത്തിൽ നിന്ന് ഗൊൽഗൊത്ത എന്ന തലയോട്ടി കളത്തിലേക്ക് സ്തോത്ര മരക്കുരിശും ചുമന്നുകൊണ്ട് യേശുനാഥൻ പോകുമ്പോൾ വസ്ത്രം പറഞ്ഞുരിയപ്പെട്ടിട്ട് പോലും ഒരുത്തനും കൂടെ വരാൻ തോന്നിയില്ല. കാരണം അഭിഷക്തൻ അവൻ ഒറ്റപ്പെട്ടവനാണ്. അഭിഷക്തൻ അവൻ ഏകാന്തതയ്ക്കകത്താണ്. അഭിഷക്തൻ അവന്റെ ജീവിതത്തിനകത്ത് ഒരു ഭീമമായ, ഒരു ഭീകരമായ, ഒരു ഇരുട്ട് നിറഞ്ഞ, ഒരു കൂരിരുട്ട് നിറഞ്ഞ ഒരു ഏകാന്തതയുണ്ട്. അഭിഷക്തനെ, നിനക്കൊരു നിന്ദയുണ്ട്. അഭിഷക്തനെ, നിനക്കെതിരെ ഒരു ഗൂഢാലോചനയുണ്ട്. അഭിഷക്തനെ, നിനക്കെതിരെ രാജാക്കന്മാർ എഴുന്നേറ്റ് യുദ്ധം പ്രഖ്യാപിക്കും. അഭിഷക്തനെ, നിനക്കാരുമില്ലെന്ന് വരും. എല്ലാവരും നിന്നെ വിട്ടുപോകും. ജീവിതത്തിൻ്റെ യാത്രയിൽ നീ തനിച്ചാകും. നീ വിളിച്ചു പറയണോ, ഞാനൊരു അഭിഷക്തനാണ്. All this loneliness, the price for my anointing. Jesus, ഇന്ന് പകൽ പ്രതികൂലങ്ങളെ നോക്കി പറഞ്ഞാട്ടെ, ഞാനൊരു അഭിഷക്തനാണ്. തിന്മകളെ നോക്കി പറഞ്ഞാട്ടെ, ഞാനൊരു അഭിഷക്തനാണ്. ജീസസ്. നിന്ദയുണ്ട്, ഏകാന്തതയുണ്ട്, ഒറ്റപ്പെടലുണ്ട്, ഗൂഢാലോചനയുണ്ട്, യുദ്ധമുണ്ട്. എന്നിട്ടും എന്തിനാ ഈ അഭിഷേകത്തെ സ്നേഹിക്കുന്നേ? എന്നിട്ടും എന്തിനാ ഒരഭിഷക്തനാകാൻ കൊതിക്കുന്നേ? പിന്നെയും എന്തിനാ നീ അഭിഷേകത്തെ ഇങ്ങനെ കെട്ടിപ്പുണരുന്നേ? ഈ അഭിഷേകം നിന്നെ ഒരു ഭ്രാന്തനാക്കിയില്ലേ? ഈ അഭിഷേകം നിന്നെ ഒറ്റയ്ക്കാക്കിയില്ലേ? ഈ അഭിഷേകം നിന്നെ പരിഹാസപാത്രമാക്കിയില്ലേ? ഈ അഭിഷേകം നിന്നെ ആരുമില്ലാത്തവനാക്കിയില്ലേ? പിന്നെയും എന്തിനാ നീ അഭിഷേകത്തെ സ്നേഹിക്കുന്നേ? ഇതിനൊക്കെ അപ്പുറം അഭിഷേകത്തിനകത്ത് ചില മർമ്മങ്ങളുണ്ട്. അഭിഷേകത്തിൻ്റെ നിന്ദയും കഷ്ടവും പറയാനല്ല ഞാൻ നിൽക്കുന്നത്. അതൊക്കെ എനിക്ക് ക്ഷണികമാണ്. അതൊക്കെ എൻ്റെ രോമത്തിൽ പോലും തൊടാത്ത സംഗതികളാണ്. അതിനപ്പുറം എൻ്റെ തലമേൽ വീണ അഭിഷേകം എൻ്റെ താടിയിൽ കൂടെ ഒഴുകി എൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പ് വരെ ഇറങ്ങുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു അസാധാരണത്വമുണ്ട്. I am proud to be the anointed of God. ഞാനൊരു അഭിഷക്തനായിരിക്കുന്നതിൽ
അഭിമാനിക്കുന്നു. ഞാനൊരു അഭിഷക്തനായിരിക്കുന്നതിൽ അഭിമാനിക്കുന്നു. ഒത്തിരി കൊതിച്ച ഈ അഭിഷേകം കിട്ടിയത്, ഒത്തിരി പ്രാർത്ഥിച്ച അഭിഷേകം കിട്ടിയത്, 9ാമത്തെ വയസ്സിൽ ഉപവാസം ഇരുന്ന ഈ അഭിഷേകം കിട്ടിയത്, അന്ന് വീണ അഭിഷേകത്തെ ഞാൻ ഇന്നും കൊതിയോടെ കൊണ്ട് നടക്കുന്നു. ഐ ആം പ്രൗഡ് ടു ബി ദ അനോയിന്റഡ് ഓഫ് ഗോഡ്. ഐ ആം പ്രൗഡ് ടു ബി ദ അനോയിന്റഡ് ഓഫ് ഗോഡ്. ജീസസ്. കാരണം ഒരു മനുഷ്യൻ്റെ മേൽ ഇറങ്ങുന്ന അഭിഷേകമാണ് അവൻ്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തത്തെ വെളിപ്പെടുത്തുന്നത്. ഞാൻ അഭിഷേകത്തിൻ്റെ മഹത്വങ്ങളിലേക്ക് കയറുകയാണ്. ഏറെ പറയുവാനുണ്ട്, പറ്റുന്ന ഭാഗങ്ങളിൽ നിന്ന് പറയാം. അടുത്ത ആഴ്ച സഭായോഗത്തിന് ഞാൻ ഉണ്ടായിരിക്കുകയില്ല. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 1-ാം വാക്യം, അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അനന്തരം യഹോവ ശമൂവേലിനോട്, ഇസ്രായേലിലെ രാജസ്ഥാനത്ത് നിന്ന് ഞാൻ ശൗലിനെ തള്ളിയെന്നറിഞ്ഞിരിക്കെ നീ അവനെക്കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും? കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബേത്ലഹേമിനായ ഇശായിയുടെ അടുക്കൽ അയക്കും. അവൻ്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അവൻ്റെ മക്കളിൽ ഞാനൊരു രാജാവിനെ കണ്ടു. ഇശായിയുടെ മക്കളിൽ ദൈവം ഒരു രാജാവിനെ കണ്ടു. പക്ഷെ നാട്ടുകാരാരേലും അത് കണ്ടോ? ഇല്ല. വീട്ടുകാരാരേലും അത് കണ്ടോ? സഹോദരങ്ങൾ കണ്ടില്ല, അപ്പനും കണ്ടില്ല, ആരും കണ്ടില്ല. ദൈവം രാജാവായി ജനിപ്പിച്ച, ദൈവം രാജാവാകുമെന്ന് വാഗ്ദത്തം നൽകിയ ഒരുത്തൻ ആ വീട്ടിലുണ്ടായിരുന്നു. ആരും അറിഞ്ഞില്ല അവൻ രാജാവാണെന്നും അവൻ രാജാവാകുമെന്നും ആരും അറിഞ്ഞില്ല. അപ്പോൾ ദൈവ ശമൂവേലിൻ്റെ അടുക്ക പറയുക, അവൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ അവനെക്കുറിച്ചൊരു പദ്ധതി കേട്ടോ. ഇവനായിരിക്കും ഇസ്രായേലിൻ്റെ രാജാവ്. ഇവനായിരിക്കും ഇസ്രായേലിൻ്റെ രാജാവ്. ഇവനെ ഞാൻ രാജാവാക്കാം. പ്രസവിച്ച അമ്മ അറിഞ്ഞില്ല, ജനിച്ച ഈ പുള്ളിക്കാരൻ പോലും പറഞ്ഞില്ല. ഇദ്ദേഹം ഏറെക്കാലങ്ങൾക്ക് ശേഷം ദൈവത്തിൻ്റെ അടുക്കൽ പറഞ്ഞു, കർത്താവെ, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചെന്ന്. ദൈവ സ്വർഗത്തിൽ ഇരുന്ന് കേട്ട് ചിരിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞെ, മനുഷ്യൻ പറഞ്ഞു നീ പാപത്തിലാണ് ജനിച്ചെന്ന്, പക്ഷേ എൻ്റെ പദ്ധതിക്കകത്താ നീ ജനിച്ചത്. ഇസ്രായേലിൻ്റെ രാജാവാകാനാ ഞാൻ നിന്നെ ജനിപ്പിച്ചത്. ഓ സ്തോത്ര. അമ്മേ, അപ്പോൾ ഇവൻ രാജാവാണെന്ന് ആർക്കും അറിയത്തില്ല. ഇവൻ്റെ മേളിൽ ഈ വാഗ്ദത്തം ഉണ്ടെന്ന് ആർക്കും അറിയത്തില്ല. അപ്പനാണെങ്കിൽ മരുഭൂമി പറഞ്ഞു വിട്ട് അവിടെ പോയി ആടുകളെ വളർത്തട്ടെ. കാരണം ഇവിടെ നിന്ന ചേട്ടന്മാരുടെ കൂടെ ഇന്ന മെനക്കേടാണെന്നേ, ശല്യമാണ്. അതുകൊണ്ട് അവനെ എന്ത് ചെയ്തെന്നറിയാമോ? അവനെ മാറ്റി അപ്പുറത്ത് കൊണ്ടിട്ടോ. സമാധാനമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അവൻ്റെ തലവട്ടം കണ്ട ചേട്ടന്മാർക്ക് ചൊറിയ. അവൻ ചോദിക്കും, നീ എന്തിനാടാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? ആ മരുഭൂമി പറഞ്ഞു വിട്ടല്ലേ അപ്പൻ, അവിടെ കാണാൻ പോയി താമസിക്കടാ, എന്തിനാ നീ ഇങ്ങോട്ട് വരുന്നത്? സ്തോത്രം. അവർക്കാർക്കും അറിയത്തില്ല ആരാന്ന്. ഇവൻ അഭിഷക്തൻ, ഇവൻ വാഗ്ദത്തമുള്ളവനാണ്, ഇവൻ രാജാവാണെന്നറിയത്തില്ല. അപ്പോൾ സ്തോത്ര, ശമൂവേലിൻ്റെ അടുക്കൽ ദൈവം പറയുക, ശമൂവേലേ, നീ കൊമ്പിനകത്ത് തൈലം നിറച്ച് ബേത്ലഹേമിലെ ഇശായിയുടെ വീട്ടിലേക്ക് ചെല്ലണം. ഞാൻ അവിടെ ഒരുത്തൻ്റെ മേളിൽ വാഗ്ദത്തം ഇട്ടിട്ടുണ്ട്. ഞാൻ അവിടെ ഒരുത്തൻ്റെ മേളിൽ നിയോഗം വെച്ചിട്ടുണ്ട്. ഞാൻ അവൻ്റെ മേളിൽ ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട്. ആ പദ്ധതി തെളിയിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? അവൻ്റെ തലയിൽ അഭിഷേകം വീഴണം. ആമേ. ശമൂവേല് ദൈവം പറഞ്ഞതുപോലെ കൊമ്പ് എടുത്തിട്ട് പോയി തൈലം നിറഞ്ഞ കൊമ്പുമായി ബേത്ലഹേമിൽ കടന്നു ചെന്നോ. ബേത്ലഹേമിൽ കടന്നു ചെന്നപ്പോൾ ശമൂവേലിനെ കണ്ടതുമല്ല, ഇശായി വലിയ വിരുന്നൊരുക്കി. പറഞ്ഞു, സാറേ വാ, വന്നാട്ടെ, നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ശമൂവേൽ പറഞ്ഞോ, ഞാൻ വന്നത് ഇവിടെ ഒരുത്തൻ്റെ മേളിൽ കിടക്കുന്ന വാഗ്ദത്തം വെളിപ്പെടുത്താനാ, ഇവൻ്റെ മേളിൽ കിടക്കുന്ന നിയോഗം വെളിപ്പെടുത്താനാ. അത് കഴിയാതെ ഞാൻ ഇന്ന് ഇവിടെ നിന്ന് തിരിയെത്തില്ലെന്ന് പറഞ്ഞു. സ്തോത്ര. ശമൂവേലിൻ്റെ വാക്ക് കേട്ട് മക്കളെ മുഴുവനും വരുത്തി അവസാനം ചോദിച്ച്, ഇനി ഒരുത്തനും ഇല്ലയോ? അപ്പോൾ പറഞ്ഞു, ഒരുത്തൻ മരുഭൂമിയിൽ ആടിനെ മേയ്ക്കുന്നുണ്ട്, ഒരു പ്രതീക്ഷയും ഇല്ലാത്തവൻ, ഒരു ഹോപ്പ്ലെസ് ആയ ഒരുത്തൻ, അവനെ മേളിൽ വാഗ്ദത്തം വരാൻ സാധ്യതയില്ല. പക്ഷേ ശമൂവേൽ പറഞ്ഞു, അവനൊന്ന് വരട്ടെ, വാഗ്ദത്തം അവൻ്റെ മേളിലുണ്ടോ എന്നൊന്ന് നോക്കാം. ശമൂവേൽ മരുഭൂമിയിൽ നിന്ന് ആടുകളെ നോക്കുന്ന വേലയിൽ നിന്ന് ദാവീദിനെ വിളിച്ചു വരുത്തി. ഞാനിങ്ങനെ എൻ്റെ ഭാഷയിൽ പറയുകയാണ്, ശമൂവേലിൻ്റെ കയ്യിലിരുന്ന ആ തൈലക്കൊമ്പ് ഇങ്ങനെ വിറച്ചു കാണാം. ഇതാ ഇവനാണ് അഭിഷക്തൻ, ഇവനാണ് അഭിഷക്തൻ. 13-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പ് എടുത്ത് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. അവൻ്റെ മേളിൽ അഭിഷേകം വീണപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മൈൻഡിനകത്തുണ്ടായിരുന്ന പ്ലാൻ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മൈൻഡിനകത്ത് കിടന്ന വാഗ്ദത്തം അവൻ്റെ സഹോദരന്മാരുടെ മുമ്പിൽ അത് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതല്, നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം പുറത്തു വരുന്നത്, നിന്റെ മേൽ കിടക്കുന്ന നിയോഗം പുറത്തു വരുന്നത്, നീ ഒറിജിനലി ആരാണെന്ന് ലോകം അറിയുന്നത്, നിന്നെ കൊണ്ട് ദൈവം എന്തോ ചെയ്യുമെന്ന് ഉലകം അറിയുന്നത്, നിന്റെ മേൽ വീഴുന്ന അഭിഷേകം.
അതുകൊണ്ടാണ് ശൗലിന്റെ അടുക്കൽ ശമൂവേൽ ഒരു കാര്യം പറഞ്ഞു, ഫെലിസ്ത്യരുടെ പട്ടാളമുള്ള ദൈവഗിരിയിൽ നീ എത്തോ, അവിടെ ഒരു കൂട്ടം പ്രവാചക ഗണത്തെ നീ കാണുക. ആ പ്രവാചക ഗണത്തെ കാണുമ്പോൾ നീ എന്ത് സംഭവിക്കുക? നീയും അവരോട് ചേർന്ന് പ്രവചിക്കുക. അഭിഷേകം നിന്നെ ആരാക്കുക? ആള് മാറിയവനാക്കി തീർക്കുക. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലെ, നിന്റെ അകത്ത് ദൈവമിട്ടിരിക്കുന്ന പൊട്ടൻഷ്യൽ, നിന്റെ മേളിൽ ദൈവമിട്ടിരിക്കുന്ന പ്രോമിസ്, നിന്റെ മേളിൽ ദൈവമിട്ടിരിക്കുന്ന പദ്ധതി, അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ നിന്റെ മേളിൽ ഒരു അഭിഷേകം ഇറങ്ങണം. നല്ല സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചിട്ടോ, ട്യൂഷൻ തന്നിട്ടോ, ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടോ മാർക്ക് വരുമ്പോൾ മൊട്ട തന്നെ. പക്ഷെ ഞാനൊരു കാര്യം പറയാ, നിന്റെ അകത്ത് ദൈവമിട്ടിരിക്കുന്ന പൊട്ടൻഷ്യൽ വെളിയിൽ വരണമെങ്കിൽ തൈലക്കൊമ്പ് നിന്റെ മേൽ പതിഞ്ഞാൽ, അഭിഷേകം നിന്റെ മേൽ വീണാൽ, കുഞ്ഞുങ്ങളെ നിന്റെ മേൽ എന്ന് അഭിഷേകം ഇറങ്ങുമോ അന്ന് നിന്റെ മന്ദബുദ്ധി മാറോ, അന്ന് നിന്റെ ശൂന്യത മാറോ. അഭിഷേകം നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തത്തെ പുറത്തെടുക്കോ. ഇന്ന് പകൽ പറഞ്ഞേ, അഭിഷേകം വാഗ്ദത്തത്തെ പുറത്തെടുക്കോ, അഭിഷേകം വാഗ്ദത്തത്തെ പുറത്തെടുക്കോ, അഭിഷേകം നിയോഗത്തെ പുറത്തെടുക്കുക. നീ ആരാണെന്ന്, നിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന്, നിന്റെ ആംബിയർ എന്താണെന്ന്, നിന്റെ സെറ്റപ്പ് എന്താണെന്ന് ലോകം അറിയാൻ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാ, സ്വർഗത്തിലെ ഫയലിൽ നിന്നെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതി ഭൂമിയിൽ നിറവേറാൻ നിന്റെ മേൽ അഭിഷേകം. സ്തോത്രം. നിന്റെ മേൽ അഭിഷേകം ഇറങ്ങുവോ, മാനിഫെസ്റ്റ് ചെയ്യപ്പെടുക. നിന്റെ മേൽ അഭിഷേകം ഇറങ്ങിയാൽ നീ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുക. നിന്റെ മേൽ അഭിഷേകം ഇറങ്ങിയാൽ നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ പുറത്തു വരും. നിന്റെ മേൽ അഭിഷേകം ഇറങ്ങിയാൽ നീ ആരാണെന്ന് ലോകം അറിയാം. നിന്റെ മേലൊരു പർപ്പസ് ഉണ്ട്, നിന്റെ മേലൊരു വാഗ്ദത്തമുണ്ട്. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളുടെ അടുക്കലൊക്കെ ഞാൻ പറയുകയാണ്, എൻ്റെ മേൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, എൻ്റെ മേൽ ദൈവത്തിനൊരു വാഗ്ദത്തമുണ്ട്. എന്നെ കൊണ്ട് ദൈവം വൻകാര്യങ്ങൾ ചെയ്യുക. ഇന്ന് ടീച്ചർ ഇട്ട് തരുന്ന 8, 4, 12 അല്ല നിൻ്റെ മാർക്ക്. ഇന്ന് ടീച്ചർ പറഞ്ഞു വിടുന്ന തലയിലെഴുത്തല്ല നിൻ്റെ തലയിലെഴുത്ത്. നിനക്ക് അസാധാരണമായൊരു ഭാവിയുണ്ട്. നിൻ്റെ ഫ്യൂച്ചറിനെ മനുഷ്യന് അളക്കാൻ കഴിയത്തില്ല, നിൻ്റെ ഫ്യൂച്ചറിനെ മനുഷ്യന് ചിന്തിക്കാൻ കഴിയത്തില്ല. ആവാൻ പക്ഷെങ്കിൽ അത് പുറത്തു വരണമെങ്കിൽ മക്കളെ നിൻ്റെ മേലൊരു അഭിഷേകം ഇറങ്ങണോ, നിന്റെ മേലൊരു അഭിഷേകം ഇറങ്ങണോ. എന്ന അഭിഷേകം നിന്റെ മേളിൽ വീഴുന്നോ, നീ ആരാണെന്ന് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ, നീ ആരാണെന്ന് ദൈവത്തിൻ്റെ മനസ്സിൽ, നീ ആരാണെന്ന് ദൈവത്തിൻ്റെ പദ്ധതിക്കകത്ത് നീ ആരാണെന്ന് പുറത്തറിയുവാൻ നിന്റെ മേൽ ജീസസ്. ഇന്ന് പകൽ നീ വല്ല മാവിനും കല്ലെറിഞ്ഞ് നടക്കുന്ന ചെറുക്കനായിരിക്കും നാട്ടുകാർക്ക്. പക്ഷെ നിന്റെ മേളിൽ അഭിഷേകം ഇറങ്ങിയാൽ നീ ആരാണെന്ന് ലോകത്തിന് മുമ്പിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടും. കൊതിയുണ്ടെങ്കിൽ പറ, അപ്പായെ എന്നെ ഒന്ന് അഭിഷേകം ചെയ്യണേ, എന്നെ ഒന്ന് അഭിഷേകം ചെയ്യണേ, എന്നെ ഒന്ന് അഭിഷേകം ചെയ്യണേ. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ, ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ ഹന്ന പ്രാർത്ഥിക്കുകയാണ്. ഹന്ന പ്രാർത്ഥിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിൻ്റെ അവസാനത്തെ ഭാഗം ഇങ്ങനെയാണ്: യഹോവ തൻ്റെ രാജാവിന് ശക്തി കൊടുക്കുന്നു, തൻ്റെ അഭിഷക്തൻ്റെ കൊമ്പിനെ ഉയർത്തുന്നു. ഇതൊരു പ്രൊഫറ്റിക്കൽ പ്രെയറാണ്. കാരണം ഹന്ന പാടുന്ന സമയത്ത് ഇസ്രായേലിൽ രാജാവുണ്ടോ? ഇല്ല. പക്ഷേ ഹന്ന പാടുകയാണ്, തൻ്റെ രാജാവിന് ശക്തിയും തൻ്റെ അഭിഷക്തൻ്റെ കൊമ്പിനെയും ഉയർത്തുമെന്ന്. എന്താണ് ഈ അഭിഷക്തൻ്റെ കൊമ്പ് ഉയർത്തുക എന്ന് ഹന്ന ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം അറിയാമോ? ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഹന്നയുടെ പ്രാർത്ഥന ആരംഭിക്കുന്നത് കാണുവാൻ കഴിയും. അനന്തരം ഹന്ന പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ, എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു, എൻ്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു, എൻ്റെ വായ് ശത്രുക്കളുടെ നേരെ വിശാലമാകുന്നു, ദൈവത്തിൻ്റെ രക്ഷയിൽ ഞാൻ സന്തോഷിക്കുന്നു. നീണ്ട കാലം ഹന്ന ആരായിരുന്നുവെന്നറിയാമോ? മച്ചിയായിരുന്നു, നിന്ദിതയായിരുന്നു, അമേൻ, പരിഹാസപാത്രമായിരുന്നു, അമേൻ. അവളുടെ പെരുന്നാളിലേക്കുള്ള യാത്രയിലെല്ലാം അവൾ ഏറ്റവും ദുഃഖിക്കുന്നവളായിരുന്നു. പക്ഷേ അവൾ പറയുകയാണ്, എൻ്റെ കൊമ്പ് ഉയർന്നു എന്ന് പറഞ്ഞാൽ അതിന് ഇത്രയുമേ ഉള്ളൂ അർത്ഥം, എൻ്റെ നിന്ന മാറിയിരിക്കുന്നു. എന്നിട്ട് അവൾ അതിൻ്റെ 10-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ അഭിഷക്തൻ്റെ കൊമ്പ് ഉയർത്തുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ദൈവജനത്തിൻ്റെ അടുക്കൽ പറയട്ടെ, ഓരോരുത്തരുടെ അടുക്കലും പറയട്ടെ, തലമുറയായി നിന്റെ മേളിൽ കിടക്കുന്ന ഒരു നിന്നയുണ്ടായിരിക്കുക.
പാരമ്പര്യമായി നിന്റെ മേളിൽ കിടക്കുന്ന ഒരു നിന്നയുണ്ടായിരിക്കുക. പക്ഷേ അഭിഷേകം നിന്റെ കൊമ്പിനെ ഉയർത്തോ, അഭിഷേകം നിന്റെ കൊമ്പിനെ ഉയർത്തോ. ഇന്ന് പകൽക്കാല അഭിഷക്തൻ നിന്ദിക്ക അമേൻ. അഭിഷേക് നിന്റെ മേളിൽ വീഴുന്ന അഭിഷേകത്തിന് അപമാനത്തെ, പാരമ്പര്യ നിന്നയെ പൊളിക്കാൻ കഴിയുക. അഭിഷേകത്തിന് നിന്നയെ പൊളിക്കാൻ കഴിയുക. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് നിന്റെ ഫാമിലിക്കകത്ത് തലമുറയായി കിടക്കുന്ന ഒരു നിന്ന ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ബ്രേക്ക് ചെയ്യുകയാണ്. അഭിഷക്തനെ നിന്റെ കൊമ്പ് ഉയരോ. നിന്റെ കുടുംബത്തിൽ എല്ലാവർക്കും ഭ്രാന്താണെന്നൊരു നിന്ന കാണോ. നിന്റെ കുടുംബത്തിൽ എല്ലാവർക്കും വട്ടാണെന്നൊരു നിന്ന കാണോ. നിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ അംഗവൈകല്യമുള്ളവനാണെന്ന് നിന്ന കാണോ. നിന്റെ കുടുംബത്തിൽ എല്ലാവരും ക്യാൻസർ പിടിക്കുമെന്നൊരു നിന്ന കാണോ. നിന്റെ കുടുംബത്തിൽ ഒരുത്തനും ഗതി പിടിക്കത്തില്ലെന്നുള്ള നിന്ന കാണോ. നിന്റെ കുടുംബത്തിൽ ഒരുത്തന്റെ കുടുംബജീവിതം നന്നാവത്തില്ലെന്ന് നിന്ന കാണോ. നിന്റെ കുടുംബത്തിൽ എല്ലാവരും കുടിയന്മാരായി തീരുമെന്നൊരു നിന്ന കാണോ. പക്ഷേ ഇന്ന് പകൽ അഭിഷേകം നിന്റെ കൊമ്പുയർത്തും. ഇന്ന് പകൽ അഭിഷേക കുനിഞ്ഞുപോയ ചില തലയെ ഉയർത്തുകയാണ്. പാരമ്പര്യ ശാപങ്ങൾ, പാരമ്പര്യ നിന്ദകൾ നിന്റെ അഭിഷേകം ബ്രേക്ക് ചെയ്യോ. യെസ്, ഹന്നയുടെ നിന്ദയെ ബ്രേക്ക് ചെയ്ത അഭിഷേക ഇന്ന് പകൽ പറഞ്ഞോട്ട് അഭിഷേകത്തിന്റെ കൊമ്പുയരോ. ഏത് കുടുംബക്കാരന്റെ കൊമ്പെന്നല്ല, ഏത് സഭക്കാരന്റെ കൊമ്പെന്നല്ല, അഭിഷേകത്തിന്റെ കൊമ്പ് ഇന്ന് പകൽ നിന്റെ ഫാമിലിയുടെ മേൽ വീട് കിടക്കുന്ന ആ നിന്ന ഇത് അഭിഷേകം. അഭിഷേകത്തിന്റെ കൊമ്പുയരും എന്ന് പറഞ്ഞാൽ അതിനെ ഒറ്റ വാക്കിൽ ഞാൻ ഇങ്ങനെ പറയാം. അഭിഷേകം ഒരുത്തൻ്റെ മേളിൽ വന്നാൽ അവൻ്റെ പാരമ്പര്യ നിന്ന മാറി, അവൻ്റെ ഫാമിലിയെ ആയിട്ടുള്ള അവൻ്റെ ഹെറിഡിറ്ററി അപമാനം മാറി, അവൻ മാനിക്കപ്പെടാൻ തുടങ്ങും. അഭിഷേകം നിന്റെ ഈവിൾ ലെഗസിയെ ബ്രേക്ക് ചെയ്ത്, അഭിഷേകം നിന്റെ ഫാമിലി ലെഗസിയെ ബ്രേക്ക് ചെയ്ത് ഒരു ഓണറബിൾ ലെഗസിയിലേക്ക് നിന്റെ പാരമ്പര്യം മാറുമെന്നേ ഇന്ന് പകൽ വിളിച്ചു പറ. നിന്റെ അപ്പന്മാർ വഹിച്ച അപമാനം, നിന്റെ കുടുംബക്കാരുടെ ലെഗസിയിൽ കിടന്ന ആ അപമാനം, നിന്റെ അഭിഷേകം അത് ബ്രേക്ക്. ജീസസ്. അഭിഷേകം ഒന്ന്, നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തം പുറത്തെടുക്കും. അഭിഷേകം രണ്ട്, തലമുറയായി കിടക്കുന്ന നിന്ദയെ മാറ്റും. അഭിഷേകത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകത, ദിനവൃത്താന്തങ്ങളുടെ 1-ാമത്തെ പുസ്തകം 16-ാം അധ്യായം 22-ാം വാക്യം. 1 ദിനവൃത്താന്തം 16:22. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ അഭിഷേക്തന്മാരെ തൊടരുത്, എൻ്റെ അഭിഷേക്തന്മാരെ തൊടരുത്. സ്തോത്ര. ഇന്ന വീട്ടുകാരെ തൊടരുതെന്നാണോ പറഞ്ഞേ? ഇന്ന സഭക്കാരെ തൊടരുതെന്നാണോ പറഞ്ഞേ? ഇന്ന നാട്ടുകാരെ തൊടരുതെന്നാണോ പറഞ്ഞത്? അല്ല. ദൈവത്തിൻ്റെ ക്രൈറ്റീരിയ സഭയുമല്ല, ദൈവത്തിൻ്റെ ക്രൈറ്റീരിയ ദേശവുമല്ല, ദൈവത്തിൻ്റെ ക്രൈറ്റീരിയ ഭാഷയുമല്ല, ദൈവത്തിൻ്റെ ക്രൈറ്റീരിയ ജാതിയുമല്ല. ദൈവത്തിൻ്റെ ക്രൈറ്റീരിയ ഒന്നാണ്, എൻ്റെ അഭിഷേക്തന്മാർ. ഇന്ന് പകൽക്കാല നിന്റെ അഭിഷേകം നിന്റെ സംരക്ഷണമാണ്. നിന്റെ അഭിഷേകം നിന്റെ സംരക്ഷണമാണ്. നിന്റെ പണം കണ്ടിട്ടല്ല ദൈവം സംസാരിക്കുന്നത്, നിന്റെ സൗന്ദര്യം കണ്ടിട്ടല്ല ദൈവം സംസാരിക്കുന്നത്, നിന്റെ പൊസിഷൻ കണ്ടിട്ടല്ല ദൈവം സംസാരിക്കുന്നത്. അവിടെ പറയുകയാണ്, അവൻ എൻ്റെ അഭിഷേക്തനാകൊണ്ട് അവനെ തൊടരുത്. ഇന്ന് പകൽ അഭിഷേകം നിന്റെ സംരക്ഷണമാണ്. അഭിഷേകം നിന്റെ സംരക്ഷണമാണ്. ദൈവം ഒരുത്തനെ അനോയിന്റ് ചെയ്താൽ ദൈവം അതിനോട് ചേർത്തൊരു കാര്യം പറയാ, അവനെ തൊടരുത്, അവനെ തൊടരുത്. പക്ഷേ എൻ്റെ സഹോദരങ്ങളെ, ദൈവം ഇത് പറഞ്ഞാലും ചിലരെന്തോ ചെയ്യുമെന്നറിയാമോ? ദൈവം ഇത് പറഞ്ഞാലും ചിലർ തൊടും. അഭിഷേക്തനെ തൊടരുതെന്ന് ദൈവം പറഞ്ഞു. തൊടരുതെന്ന് പറഞ്ഞുകൊണ്ട് തൊടാതിരിക്കുമോ? ബോധമുള്ളവൻ തൊടാതിരിക്കുക. ലാബാന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു തൊടരുതെന്ന്. അങ്ങർക്ക് ബോധം ഉണ്ടായിരുന്നോ? അതുകൊണ്ട് അങ്ങനെ എന്ത് ചെയ്തില്ല? തൊട്ടില്ല. സ്തോത്ര. അബ്രഹാമിന്റെ ഭാര്യയെ പിടിച്ചുകൊണ്ടുപോയി രാജാവിന്റെ അടുക്ക പറഞ്ഞു തൊടരുതെന്ന്. അങ്ങർക്ക് വിവരം ഉണ്ടായിരുന്നോ? അതുകൊണ്ട് അങ്ങനെ എന്തോ ചെയ്തില്ല? തൊട്ടില്ല. വിവരവും വെള്ളിയാഴ്ച ഇല്ലാത്തവൻ ഏത് അഭിഷേക്തനെയും കയറി തോണ്ടോ. വഴിയെ പോകുന്ന സകല അഭിഷേക്തനെ എന്തോണ്ടോ. അതിന്റെ ബാക്കി ഞാൻ പതുക്കെ പറഞ്ഞു വരാം. എൻ്റെ അഭിഷേക്തന്മാരെ തൊടരുത്. തൊട്ടാൽ അഭിഷേകം അതിൻ്റെ അടുത്ത ലെവലിലേക്ക് കയറി വരാം. എന്താണ് അടുത്ത ഭാഗം? ശമൂവേലിന്റെ 1-ാം പുസ്തകം 26-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ
ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 16-ാം അധ്യായത്തിൽ അഭിഷക്തന് നൽകുന്ന സംരക്ഷണമാണ് പറയുന്നതെങ്കിൽ 1 ശമൂവേൽ 26-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 1 ശമൂവേൽ 26:9 വരുമ്പോൾ ആ സംരക്ഷണം അതിനെ ഒരുത്തൻ പൊളിച്ചാൽ, അതിനെ ഒരുത്തൻ ട്രസ്പാസ് ചെയ്താൽ, അതിനെ ഒരുത്തൻ എൻക്രോച്ച് ചെയ്താൽ ദൈവം എന്ത് ചെയ്യുമെന്ന് അവിടെ എഴുതിയിരിക്കുകയാണ്. ദാവീദ് അബീശായിയോട് അവനെ നശിപ്പിക്കരുത്, യഹോവയുടെ അഭിഷക്തന്റെ മേൽ കൈവച്ചിട്ട് ആർ ശിക്ഷ അനുഭവിക്കാതെ പോകാം. യഹോവയുടെ അഭിഷക്തന്റെ മേൽ കൈവച്ചിട്ട്, മലയാളത്തിൽ കൈവച്ചെന്നാ പറയുന്നത്, പക്ഷെ ഇംഗ്ലീഷിൽ കൈവച്ചെന്ന് പോലും പറയുന്നില്ല. എന്താണെന്നറിയാമോ? കൈ നീട്ടിയിട്ട്. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ അവിടെ പറയുന്നത് യഹോവയുടെ അഭിഷക്തന്റെ മേളിൽ കൈവച്ചാൽ ദൈവം പ്രതികാരം ചെയ്യുമെന്നാണോ പറഞ്ഞിരിക്കുന്നത്? അല്ല, ദൈവം പ്രതികാരം ചെയ്യുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. പകരം പറയുന്നത് ദൈവം ശിക്ഷിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ യഹോവയുടെ അഭിഷക്തന്റെ മേളിൽ കൈവെക്കരുതെന്നുള്ളതൊരു നിയമമാണ്. യഹോവയുടെ അഭിഷക്തനെ തുടരുതെന്നുള്ളത് നിയമമാണ്. പക്ഷെ ആ നിയമം ലംഘിച്ച് നിന്റെ വാട്സാപ്പിനകത്ത്, നിന്റെ ഫോണിനകത്ത്, നിന്റെ കണക്ഷനകത്ത് നീ വായി തോന്നിയ സകല കലാപരിപാടിയും കാണിക്കുമ്പോൾ നീ ഒരു കാര്യം തിരിച്ചറിയണം. നീ യഹോവയുടെ അഭിഷക്തന് നേരെ കൈനീട്ടുമ്പോൾ തമ്പുരാൻ പ്രതികാരം ചെയ്യുമെന്നല്ല, പകരം നിനക്കൊരു ശിക്ഷയുണ്ട്, നിനക്കൊരു ന്യായവിധിയുണ്ട്. തമ്പുരാൻ ദൈവത്തിന്റെ കോടതിയിൽ നിന്നെ വലിച്ചിട്ട് അലക്കുന്ന ഒരു ദിവസമുണ്ട്. ഇന്ന് പകൽ ദൈവത്തിന്റെ അഭിഷക്തന് നിയമം മുറിച്ച് നിന്റെ നേരെ കൈനീട്ടി എല്ലില്ലാത്ത നാക്ക് നിന്റെ നേരെ വളവള അടിക്കുമ്പോൾ നിനക്കൊരു കോടതിയുണ്ട്. യഹോവയുടെ അഭിഷക്തൻ ആർക്കും കയറി മേയാൻ പറ്റുന്ന സംഗതി അല്ലെന്നേ. യഹോവയുടെ അഭിഷക്തനെ നിന്റെ മേളിൽ ദൈവത്തിന്റെ അഭിഷേകം വീണിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ഒരു കോടതി ആക്റ്റീവാണ്. നിനക്ക് വേണ്ടി ഒരു കോടതി ആക്റ്റീവാണ്. നിനക്ക് വേണ്ടി ഒരു ജഡ്ജ് ഉണർന്നിരിക്കുകയാണ്. അവൻ പ്രതികാരം ചെയ്യുമെന്നല്ല പറഞ്ഞത്, അവൻ ശിക്ഷിക്കുമെന്നാ പറഞ്ഞത്. ഇന്ന് പകൽക്കാല അഭിഷേകം നിനക്കൊരു ഉറപ്പ് നൽകുകയാ. നിനക്ക് ചോദിക്കാനും പറയാനും ഒരുത്തനുണ്ടെന്ന്. നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി ഉണർന്നിരിക്കുന്ന ഒരു കോടതി ഉണ്ടെന്ന് ഇന്ന് പകൽ എത്ര പേർ തിരിച്ചറിയുന്നു? യഹോവയുടെ അഭിഷക്തനെ തൊടരുത്. തൊട്ടാൽ അവൻ ശിക്ഷ അനുഭവിക്കാം. ഇന്ന് പകൽ ദൈവം നിന്റെ മേലിട്ട അഭിഷേകം അത് നിന്റെ സംരക്ഷണമാണ്. എന്നാൽ അത് സംരക്ഷണമെന്ന് മാത്രമല്ല, ആ സംരക്ഷണം അതിനെ പൊളിക്കാൻ ഒരുത്തൻ നിന്നാൽ, അതിനപ്പുറം കയറാൻ ഒരുത്തൻ നിന്നാൽ ദൈവത്തിന്റെ കോടതി, ദൈവത്തിന്റെ നിയമവ്യവസ്ഥ അതിനകത്ത് ഇടപെടും. പ്രതികാരമാണെങ്കിൽ ദൈവം അപ്പം തന്നെ ചെയ്തേനെ. പ്രതികാരമാണെങ്കിൽ അടിക്ക് അപ്പം തിരിച്ചടി കൊടുക്കുക. പക്ഷേ യഹോവയുടെ അഭിഷക്തനെ തൊട്ടാൽ പ്രതികാരം ചെയ്യുമെന്നല്ല പറഞ്ഞത്. ശിക്ഷ വരും. സ്ട്രെച്ച് ചെയ്താൽ മതി, കൈ നീട്ടിയാൽ മതി, അപ്പോഴേ കേസ് ഫയൽ ചെയ്യും. പിന്നെ ശിക്ഷ പുറപ്പെടുവിക്കാൻ, വേർഡിക്റ്റ് വരാനേ ഒരിച്ചിരി പ്രോസസ്സുണ്ട്. ഇന്ന് പകൽക്കാല ലോകത്തെ നോക്കി നീ വിളിച്ചു പറ, യഹോവയുടെ അഭിഷക്തനെ തൊട്ടിട്ട് ചുമ്മാതെ നടക്കുമ്പോൾ ആമേൻ, അത് വെറുതെയാണെന്ന് ചിന്തിക്കണ്ട. കേസ് കോർട്ടിലുണ്ടെന്നേ. ആമേൻ, കേസ് കോർട്ടിലുണ്ട്. വിധി താമസിയാതെ വരും. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ അഭിഷക്തനെ നിനക്ക് ചോദിക്കാനും പറയാനും ഒരുത്തനുണ്ടെന്ന്. നിന്റെ മേളിൽ ദൈവമിട്ട അഭിഷേകം നിനക്കൊരു ഉറപ്പ് നൽകുകയാണ്. നിന്റെ കേസ് ദൈവത്തിന്റെ കോടതിയില. അവൻ തക്ക സമയത്ത് നിനക്ക് വേണ്ടി വിധി പുറപ്പെടുവിക്കോ. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു? യഹോവയുടെ അഭിഷക്തൻ അനാഥനല്ല. യഹോവയുടെ അഭിഷക്തൻ ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവനല്ല. യഹോവയുടെ അഭിഷക്തൻ ഒരു കോടതിയുണ്ട്. യഹോവയുടെ അഭിഷക്തനെ തൊടരുതെന്ന് നിയമമുണ്ട്. നിയമം മറിച്ചു കയറി തൊട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ദൈവത്തിന്റെ ശിക്ഷയുണ്ട്. ഇന്ന് പകൽ നിനക്കൊരു ദൈവമുണ്ട്, നിന്റെ മേലൊരു അഭിഷേകമുണ്ട്, നിനക്കൊരു കോടതിയുണ്ട്. നിനക്ക് വേണ്ടി അവൻ ചോദിക്കുക, എൻ്റെ ദൈവ. അതുകൊണ്ടാണ് അഭിഷക്തൻ ആരാധനയിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് അത് പുറപ്പെടട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്ക് വിധി പുറപ്പെടുന്ന സ്ഥലമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്ക് വിധി പുറപ്പെടുന്ന സ്ഥലമാണ്. ദൈവ സാന്നിധ്യത്തിനകത്ത് എനിക്കൊരു കോടതിയുണ്ട്. ദൈവ സാന്നിധ്യത്തിനകത്ത് എനിക്കൊരു ജഡ്ജുണ്ട്. ദൈവ സാന്നിധ്യത്തിനകത്ത് എനിക്കൊരു ന്യായാസനമുണ്ട്. ദൈവ സാന്നിധ്യത്തിനകത്ത് എനിക്ക് നീതിയുള്ള ഒരു വിധിയുണ്ട്. കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറയട്ടെ. ജീസസ് ജീസസ്.
എന്നാൽ പുതിയ നിയമ ദൈവ പൈതലിനെ സംബന്ധിച്ച്, യേശുക്രിസ്തുവിൻ്റെ മനസ്സു പ്രാപിച്ച ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവന് ശത്രുവിൻ്റെ മേൽ വരുന്ന ശിക്ഷ വലിയൊരു വിഷയമല്ല. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മളെ മുറിവേൽപ്പിച്ച ഒത്തിരി പേര് കാണും. പക്ഷേ എണ്ണി എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരെ വിളിച്ച്, ദൈവമക്കളായിട്ടുള്ള ആരെ വിളിച്ച് നിങ്ങളെ ഉപദ്രവിച്ച 10 പേരുടെ പേര് പറയാൻ ഞാൻ പറഞ്ഞാൽ, നിങ്ങൾ ഫസ്റ്റിലെ പറയുന്ന സെൻറ്റൻസ് ഇതായിരിക്കും: പക്ഷേ ഇനി അതൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ട് എന്തിനാ, നമുക്കതൊന്നും വേണ്ട എന്നേ. അപ്പം ക്രിസ്തുവിൻ്റെ മനസ്സ് നമ്മളിലേക്ക് വന്നു കഴിയുമ്പോൾ ശത്രുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ ഒന്നും നമുക്ക് വലിയ കയ്യടിയും ബഹളവും ഒന്നും തോന്നുകയില്ല. കാരണം അതല്ലല്ലോ നമ്മുടെ ലക്ഷ്യം, അതല്ലല്ലോ നമ്മുടെ ഗോള്. അഭിഷക്തനുള്ളൊരു പ്രിവിലേജാണ് അവന് വേണ്ടി ഒരു കോടതിയും ന്യായവും ഉണ്ടെന്ന്. പക്ഷെ അവൻ്റെ മേളിൽ ശിക്ഷ വരാനാണോ നമ്മൾ കാത്തോണ്ടിരിക്കുന്നേ? അല്ല. അതിനപ്പുറം നമ്മുടെ ആഗ്രഹം എന്താണെന്നറിയാമോ? അവൻ എന്നിൽ വരുത്തിയ മുറിവുകൾക്കപ്പുറം ദൈവം എന്നോട് ദയ കാണിക്കണം, ദൈവം എന്നോട് ദയ കാണിക്കണം. അതുകൊണ്ടാണ് അഭിഷക്തന്റെ അടുത്ത പ്രിവിലേജിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. 18-ാം സങ്കീർത്തനം 50-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, 18-ാം സങ്കീർത്തനം 50-ാം വാക്യം, അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: അവൻ തൻ്റെ രാജാവിന് മഹാരക്ഷ നൽകുന്നു, തൻ്റെ അഭിഷക്തന് ദയ കാണിക്കുന്നു, തൻ്റെ അഭിഷക്തന് ദയ കാണിക്കുന്നു. അതിനോട് ചേർത്തൊരു കാര്യം പറയുന്നത് കണ്ടോ? ദാവീദിനും അവൻ്റെ സന്തതിക്കും തന്നെ അഭിഷക്തനോട് ദയ കാണിക്കുമെന്ന് പറഞ്ഞിട്ട് അതിനോട് ചേർത്തൊരു കാര്യം പറയാ: അഭിഷക്തൻ്റെ സന്തതിയോടും ദൈവത്തിന് ദയയുണ്ടാകും, അഭിഷക്തനും അവൻ്റെ സന്തതിക്കും തന്നെ. ഇന്ന് പകൽക്കാലം ദൈവം അഭിഷക്തൻ്റെ മേലൊരു ദയ കാണിക്കും. ആര് നിനക്കെതിരെ ക്രൂരതയുടെ പടവാളെടുത്ത് മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിലോ അതിനപ്പുറം നിന്നോട് ദയ കാണിപ്പാൻ നിൻ്റെ അഭിഷേകം പര്യാപ്തമാണ്. ആ ദയയാൽ ദൈവം നിനക്ക് എന്ത് നൽകോ? ഒരു രക്ഷയെ നൽകും. ഞാൻ 3 വാക്യങ്ങളെ പറഞ്ഞ് അടുത്ത ഭാഗത്തിലേക്ക് കയറുകയാണ്. 20-ാം സങ്കീർത്തനം 6-ാം വാക്യം, 20-ാം സങ്കീർത്തനം 6-ാം വാക്യം, അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ദൈവം തൻ്റെ അഭിഷക്തനെ എന്തോ ചെയ്യുന്നെന്നാണ് പറയുന്നത്? യഹോവ തൻ്റെ അഭിഷക്തനെ രക്ഷിക്കുന്നു, യഹോവ തൻ്റെ അഭിഷക്തനെ രക്ഷിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ആരാധനയിൽ ഏറ്റുപറഞ്ഞ വാക്യമാണ്: യഹോവ തൻ്റെ അഭിഷക്തനെ രക്ഷിക്കുന്നു. ഇന്ന് പകൽക്കാലം നിന്റെ അഭിഷേകം നിന്റെ രക്ഷയാണ്. അധരം തുറന്ന് പറഞ്ഞാട്ടെ: എൻ്റെ അഭിഷേകം എൻ്റെ രക്ഷയാണ്. യഹോവ തൻ്റെ അഭിഷക്തനെ രക്ഷിക്കുന്നു. അത് നിനക്കറിയാമോ? അറിയത്തില്ലെങ്കിൽ ഇപ്പോൾ അറിയണോ. യഹോവ തൻ്റെ അഭിഷക്തനെ രക്ഷിക്കുന്നു. എന്നിട്ട് അടുത്ത ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്: അവൻ തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തൻ്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവർത്തികളാൽ അവന് മറുപടി നൽകുന്നു. ഇന്ന് പകൽക്കാലം അഭിഷക്തനൊരു രക്ഷയുണ്ട്, അഭിഷക്തനൊരു വിടുതലുണ്ട്. ഇന്ന് പകൽക്കാലം നീ നേരിടുന്ന പ്രശ്നങ്ങളെ നോക്കി, നീ നേരിടുന്ന പോരാട്ടങ്ങളെ നോക്കി പറ: എനിക്കൊരു വിടുതലുണ്ട്, കാരണം എൻ്റെ അഭിഷേകമാണ്. ആമേൻ. അഭിഷക്തനൊരു രക്ഷയുണ്ട്. 20-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ രക്ഷയുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. എന്നാൽ 28-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ, 28-ാം സങ്കീർത്തനം 8-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: യഹോവ തൻ്റെ ജനത്തിൻ്റെ ബലമാകുന്നു, അവൻ തൻ്റെ അഭിഷക്തന് ഒരു രക്ഷാ ദുർഗം തന്നെ. അവൻ രക്ഷിക്കുമെന്ന് മാത്രമല്ല പറയുന്നത്, അവനെ രക്ഷിച്ച് കൊണ്ടുപോയി ഒരിടത്ത് സൂക്ഷിക്കുന്ന ഒരു സങ്കേതമായി, ഒരു ദുർഗമായി അഭിഷക്തന് വേണ്ടി ദൈവം പ്രവർത്തിക്കുക. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. നമ്മൾ വഴിയെ പോകുമ്പോൾ ഒരു ചെറിയ പൂച്ചക്കുഞ്ഞ് അല്ലെങ്കിൽ ഒരു തെരുവ് നായ ഒരു കുഴിയിൽ അകപ്പെട്ടാൽ, ഒരു കഴുത കുഴിയിൽ വീണ് കിടന്നാൽ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ എഴുന്നേൽപ്പിച്ച് പറഞ്ഞു വിടും. ഒരു മുള്ളിനകത്ത് ഒരു ആട്ടിൻകുട്ടി കുരുങ്ങിക്കിടന്നാൽ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ അഴിച്ച് വിടും. പക്ഷേ അഴിച്ചിട്ട് അതിനെ വീട്ടിൽ കൊണ്ടുവരുന്ന എത്ര പേരുണ്ട്? അതിനെ കൊണ്ടുവന്ന് ചികിത്സിക്കുന്ന എത്ര പേരുണ്ട്? അതൊരു റെസ്ക്യൂ ടീം ചെന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അങ്ങനെ ചെയ്യത്തുള്ളൂ. അതാണ് 28-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ പറയുന്നത്: അവൻ്റെ അഭിഷക്തനെ അവൻ രക്ഷിക്കുമെന്നല്ല, അവൻ്റെ അഭിഷക്തനെ രക്ഷിച്ചിട്ട് അവനെ കൊണ്ടുവന്നൊരു ദുർഗത്തിലാക്കി അവനെ പൂർണ്ണ ബലവാനാക്കി മാറ്റുക. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലെ, നിന്റെ അഭിഷേകം നിന്നെ രക്ഷിക്കുമെന്നല്ല, ഇന്നത്തെ ദൂത് അവൻ നിന്നെ രക്ഷിച്ച്, നിന്നെ ഹീൽ ചെയ്ത്, നിന്നെ സ്ട്രെങ്തൻ ചെയ്ത്, നിന്റെ ജീവിതത്തിൽ ഇന്നലകളിൽ പിശാച് വരുത്തിയ മുറിവുകൾ, ഇന്നലകളിൽ സാത്താൻ വരുത്തിയ ക്ലേശങ്ങൾ, ഇന്നലകളിൽ ശത്രു വരുത്തിയ സകല അപമാനങ്ങളോ, അതിനപ്പുറം അവൻ നിന്നെ എടുത്തുകൊണ്ടുപോയി ഒരു ദുർഗത്തിനകത്തിരുത്തി നിന്നെ രക്ഷിച്ച് നിനക്ക് വേണ്ടി എല്ലാ ഹീലിംഗ്
ഹീലിംഗ് പ്രോസസ്സും ചെയ്ത്, നിനക്ക് വേണ്ടി എല്ലാ സ്ട്രെങ്തനിങ് പ്രോസസ്സും ചെയ്ത്, നിന്റെ മേൽ നഷ്ടമായതിനെയൊക്കെ അവൻ നിന്നെ റീഗെയിൻ ചെയ്യിക്കുമാറ് അവൻ നിന്നെ എംപവർ ചെയ്ത് അവൻ നിന്നെ എക്വിപ്പ് ചെയ്യുക. ഇന്ന് പകൽക്കാല അഭിഷേകം നിന്നെ ഒരു ദുർഗത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അഭിഷേകം നിന്നെ ഒരു ദുർഗത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അഭിഷേകം നിന്നെ ഒരു ദുർഗത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഇതാ ദൈവം നിന്നെ ഒരു സേഫ് പ്ലേസിലേക്ക് നിന്റെ മേലുള്ള ആ പ്രോസസ് ദൈവം ഫിനിഷ് ചെയ്യും. അഭിഷേകം നിനക്കൊരു രക്ഷയല്ല, അഭിഷേകത്തിനൊരു രക്ഷ ദുർഗം തന്നെയുണ്ട്. ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. അഭിഷേകം നിന്നെ രക്ഷിക്കുക. അടുത്ത ഏറ്റവും ഈ ദൂതിന് തന്നെ അടിസ്ഥാനമായി ദൈവം എന്നോട് ഇടപെട്ട വാക്യം ഞാൻ ഇനിയും പറയുന്ന വാക്യമാണ്. 132 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ 132 സങ്കീർത്തനം അതിൻ്റെ 17 വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. യഹോവ അവിടെ ഞാൻ ദാവീദിനൊരു കൊമ്പ് മുളപ്പിക്കുക. അടുത്തത്, എൻ്റെ അഭിഷേകത്തിന് ഒരു ദീപം ഒരുക്കിയിട്ടുമുണ്ട്. എൻ്റെ അഭിഷേകത്തിന് ഒരു ദീപം ഒരുക്കിയിട്ടുമുണ്ട്. ഒരു ദിനം എൻ്റെ പ്രാർത്ഥനാ ഫയലിരിക്കുമ്പോൾ ഒരു എക്കോ ഞാൻ ഇങ്ങനെ കേട്ടോ, അഭിഷേകത്തിനൊരു ദീപമുണ്ട്. ഏത് ഇരുട്ടിനകത്തും അവൻ മുന്നോട്ട് പോകാം, ഏത് കൂരിരുട്ടിനകത്തും അവൻ മുൻപോട്ട് പോകാം. അഭിഷേകത്തിനെ നിനക്ക് വേണ്ടി ഞാനൊരു ദീപം ഒരുക്കിയിട്ടുണ്ട്. ഇരുട്ടിനെ കണ്ട് നീ ഭയപ്പെടരുത്, ഇരുട്ടിനെ കണ്ട് നീ അമാന്തിക്കരുത്. അഭിഷേകത്തിനൊരു ദീപമുണ്ടെന്ന്. അവിടെയാണ് ഞാൻ ഈ അഭിഷേകൻ എന്നുള്ള വാക്കിനകത്ത് കയറി കണക്ട് ആയത്. ചില ദിവസങ്ങളായി പരിശുദ്ധാത്മാവ് എൻ്റെ കാതുകളിൽ എക്കോ ചെയ്യുന്ന ഒരു ശബ്ദമാണ്, നിനക്കൊരു വെളിച്ചമുണ്ട്. സൂര്യൻ അസ്തമിച്ചാൽ മാനുഷിക വിളക്കുകൾ അണഞ്ഞു പോയാൽ, തെരുവിളക്കുകൾ ദീപം കെടുത്തിയാൽ, യഹോവ തൻ്റെ അഭിഷേകത്തിന് ഒരു ദീപം ഒരുക്കിയിട്ടുണ്ട്. യഹോവ തൻ്റെ അഭിഷേകത്തിന് ഒരു ദീപം ഒരുക്കിയിട്ടുണ്ട്. നിന്റെ മുകളിൽ അഭിഷേകം കിടക്കുന്ന കാലത്തോളം നിന്നെ ഇരുട്ടിലാക്കാൻ ഉലകത്തിൽ ആർക്കും കഴിയത്തില്ല. കിഴക്കേ ചക്രവാളത്തിൽ സൂര്യൻ ഉദിക്കാതിരുന്നാൽ, മനുഷ്യൻ നിന്റെ മുൻപാകെ തെരുവിളക്കുകളെ കൊട്ടിയടച്ചാൽ, നിന്റെ വീട്ടിലേക്കുള്ള വിധിശക്തി വിച്ഛേദിച്ചാൽ നീ ഇരുട്ടിലാകത്തില്ല. കാരണം അഭിഷേകത്തിന് ദൈവം നിനക്ക് ഒരു ദീപം ഒരുക്കി. യഹോവ തൻ്റെ അഭിഷേകത്തിന് ഒരു ദീപം ഒരുക്കിയിട്ടുണ്ട്. ഇരുട്ടിനെ നോക്കിയിട്ട് പറഞ്ഞാട്ട് എനിക്കൊരു വിളക്കുണ്ട്. അന്ധകാരത്തെ നോക്കിയിട്ട് പറഞ്ഞാട്ട് എനിക്കൊരു വിളക്കുണ്ട്. കൂരിരുട്ടിൻ്റെ താഴ്വരകളെ നോക്കിയിട്ട് പറഞ്ഞാട്ട് എനിക്കൊരു വിളക്കുണ്ട്. എടാ, നിനക്ക് ആര് വിളക്ക് തരും? എൻ്റെ കുടുംബത്തിന് വല്ല യോഗ്യതയുണ്ടോ? എൻ്റെ വീടിന് വല്ല പ്രയോറിറ്റി ഉണ്ടോ? നിനക്ക് ആര് വിളക്ക് തരും? എൻ്റെ കുടുംബം കണ്ടിട്ടല്ല, എൻ്റെ സൗന്ദര്യം കണ്ടിട്ടല്ല, ചാർച്ചക്കാരെ കണ്ടിട്ടല്ല, എൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ടില്ല. പകരം സ്വർഗം എൻ്റെ മേലിട്ടൊരു അഭിഷേകം ഉണ്ടല്ലോ. ആ അഭിഷേകം എനിക്കൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. There shall be a lamp for me in the season of darkness, in the path of darkness. There shall be a lamp for me, a burning lamp, a shining lamp. ഇന്ന് പകൽ ദൈവത്തിൻ്റെ അഭിഷേകനെ ഇരുട്ട് നിറഞ്ഞ വഴികളിൽ ഞാൻ ഒരിക്കൽ കൂടെ പറയാം. നാളെ പ്രഭാതത്തിൽ കിഴക്ക് സൂര്യൻ ഉദിച്ചില്ലെങ്കിലും നീ മുന്നോട്ട് പോകും. കാരണം യഹോവ തൻ്റെ അഭിഷേകത്തിന് ഒരു ദീപം ഒരുക്കിയിട്ടുണ്ട്. യഹോവ തൻ്റെ അഭിഷേകത്തിന് ഒരു ദീപം ഒരുക്കിയിട്ടുണ്ട്. എൻ്റെ അഭിഷേകം എനിക്കൊരു കോൺഫിഡൻസാ, എൻ്റെ അഭിഷേകം എനിക്കൊരു അഷുറൻസാ. There shall be a light in the season of darkness. ജീസസ്. യശയ്യാപ്രവചനം 45:1. ഞാൻ 2 വാക്യങ്ങൾ കൂടെ പറഞ്ഞ് പൂർത്തീകരിക്കുകയാണ്. യശയ്യാപ്രവചനം 45:1. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം തൻ്റെ അഭിഷിക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. കോരേശ് ഇസ്രായേലിനല്ല, കോരേശ് യഹൂദ്യനല്ല, കോരേശിൻ്റെ കുടുംബക്കാരും ദൈവത്തെ സേവിച്ചവരല്ല. ഏതോ പേർഷ്യയിലെ ഒരു കുഗ്രാമത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട മനുഷ്യനാണ്. പക്ഷേ താൻ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപേ യഹൂദിയയിൽ ഇസ്രായേലിലുള്ളൊരു പ്രവാചകൻ്റെ അടുക്കൽ ദൈവം പേര് പറഞ്ഞു കൊടുക്കുക, കോരേശ്. ഈ കോരേശിനോട് യെശയ്യാവ് ദൂത് പറഞ്ഞത് മുഖാന്തരമാണ് യെശയ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ 2ാം ഭാഗം യെശയ്യാവേ എഴുതിയതല്ലെന്ന് പോലും വ്യാഖ്യാനിക്കപ്പെടുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ 39 ശേഷമുള്ള പിന്നീടുള്ള 27 അധ്യായങ്ങൾ വേറെ യെശയ്യാവാണെന്നാണ് ചിലർ വാദിക്കുന്നത്. എന്താ കാര്യമെന്നറിയാമോ? ഈ കോരേശിനോട് ദൂത് പറഞ്ഞെന്ന് പറഞ്ഞ്. ഇന്ന് പകൽ ദൈവ അഭിഷക്തന്മാരൊരു കാര്യം തിരിച്ചറിയണം.
ചിലരെ പൊക്കിയെടുത്താൽ നമ്മുടെ ഐഡൻറ്റിറ്റി തന്നെ ചോദ്യം ചെയ്യപ്പെടും. യെശയ്യാവ് കോരേശിനോട് പ്രവചിച്ചു. ഇപ്പം യെശയ്യാവിൻ്റെ ബാക്കി 27 അധ്യായങ്ങളും യെശയ്യാവിൻ്റെ ഓതർഷിപ്പിനെ ചോദ്യം ചെയ്യുക. ഈ പാസ്റ്റർ അങ്ങേർക്ക് വേണ്ടിയാണ് നിൽക്കുന്നതെങ്കിൽ അങ്ങേരാണോ പാസ്റ്റർ? ആ കുടുംബത്തെ സഭയെ കൂട്ടി നടത്തുന്ന അങ്ങേരാണോ പാസ്റ്റർ? അവരെ പറഞ്ഞു വിടണം, എന്നാലേ അങ്ങേര് പാസ്റ്റർ ആവത്തുള്ളൂ. കോരേശിനോട് ദൂത് പറഞ്ഞത് കാരണം യെശയ്യാവ് ഇപ്പോൾ 27 അധ്യായവും എഴുതിയിട്ടില്ല. അത് നീ പറയും. പക്ഷേ യെശയ്യാവിനെ അഭിഷേകം ചെയ്തതേ പള്ളിയും പട്ടക്കാരും ഒന്നുമല്ല. അവൻ്റെ നാവെ തീക്കനൽ തൊടുവിച്ച് ദൈവം അഭിഷേകം ചെയ്തേ. അതുകൊണ്ട് കോരേശിനോട് പ്രവചിച്ചോ പ്രവചിച്ചില്ലയോ, അങ്ങേരെ സഭയെ കൂട്ടിയോ കൂട്ടിയില്ലയോ എന്നൊന്നും പറഞ്ഞല്ല അഭിഷക്തനെ നിൻ്റെ പാസ്റ്റർഷിപ്പ് അളക്കുന്നവൻ അവൻ്റെ അളവ് പോലും വീട്ടിൽ കൊണ്ടുപോയി 8 മടക്കി വെക്കും. നിൻ്റെ ശുശ്രൂഷയിൽ നീ ജ്വലിക്കും. ജീസസ്. യഹോവ തൻ്റെ അഭിഷക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളി ചെയ്തു. അപ്പം ദൈവത്തിന് അഭിഷക്തന്മാരോട് പറയാൻ ഒരു മെത്തേഡുണ്ട്, അഭിഷേകം ഇല്ലാത്തവനോട് പറയാൻ വേറെ മെത്തേഡുമുണ്ട്. ഞാൻ കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനകളിൽ പറഞ്ഞത് യെശയ്യാ 28 നിന്ന് ദൈവം ഒരുത്തൻ്റെ അടുക്കൽ സംസാരിക്കുന്ന ഭാഗങ്ങൾ പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. പക്ഷേ 45 പറയുകയാണ്, യഹോവ തൻ്റെ അഭിഷക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളി ചെയ്തു, പിന്നെ ജാതികളെ കീഴടക്കും, രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കും. എന്നിട്ട് അടുത്തത് പറയുകയാണ്, ഞാൻ ആ 2 ഭാഗങ്ങളെ തൊടുന്നില്ല ഇന്ന്. അടുത്തതായി പറയുകയാണ്, അഭിഷക്തനോട് ദൈവം പറയുക, അഭിഷക്തനെ ഞാൻ നിൻ്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. അഭിഷക്തനെ ഞാൻ നിൻ്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. ഞാൻ നിൻ്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. അതിനകത്തെ ദൂത് അത്രമേ ഉള്ളൂ. അഭിഷക്തനെ ഞാൻ നിൻ്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. അഭിഷക്തനെ ഞാൻ നിൻ്റെ വലം കൈക്ക് പിടിച്ചിട്ടുണ്ട്. ഞാൻ നിൻ്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. അഭിഷക്തനെ ദൈവം നിൻ്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. അഭിഷക്തനെ ദൈവം നിൻ്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. ആമേൻ. ഇന്ന് പകൽ ഞാൻ തിരിച്ചൊന്ന് ചോദിക്കുക, ഏത് കൈക്കാ കയറി പിടിച്ചേ? വലം കൈക്ക്. എന്തേലും ഒന്ന് ചെയ്യേണ്ടത് ഏത് കൈയുണ്ടാ? വലം കൈയുണ്ട്. തമ്പുരാൻ കയറി വലം കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, അഭിഷക്തനെ നീ ഒന്നും ചെയ്യണ്ട, ഞാനെല്ലാം ചെയ്തോളാം. അതാണ് ഞാൻ ആരംഭത്തെങ്കിൽ പറഞ്ഞത്. ചക്കില്ല, ചക്കാലയില്ല, എണ്ണ കൊണ്ടൊഴിക്കാൻ പുരോഹിതന്മാരില്ല. അഭിഷക്തനെ നീ ഇങ്ങനെ മരം പോലെ നിന്നാൽ നിൻ്റെ അകത്തുനിന്ന് പൊന്നറവുള്ള ഒലിവെണ്ണ വിളക്കിനകത്തേക്ക് വരും. നീ പ്രവർത്തിക്കേണ്ട വലം കൈ എൻ്റെ കയ്യിൽ താ. നീ ഓടേണ്ടിയ സമയമൊക്കെ എൻ്റെ സന്നിധിയിലിരിക്കുക. നീ പറയേണ്ടിയതിനൊക്കെ എൻ്റെ അടുക്കൽ വന്ന് മിണ്ടാതെ ഇരിക്കുക. നിൻ്റെ വലം കൈ എൻ്റെ കൈ താ. നിൻ്റെ വലം കൈ എൻ്റെ കൈ താ. നിനക്ക് പറയാൻ ഒത്തിരി ന്യായമുണ്ട്, പക്ഷെ നീ എൻ്റെ വലം കൈ അനക്കരുത്. നിൻ്റെ വലം കൈ എൻ്റെ കൈ താ. നിനക്ക് ചെയ്യാൻ ഒത്തിരി കാര്യമുണ്ട്, പക്ഷെ നീ ചെയ്യരുത്. എൻ്റെ വലം കൈ എൻ്റെ കൈ താ. അവൻ പറയുന്നത് കേട്ടാൽ കൈ ഇല്ലാത്തവൻ കൈ മേടിച്ചു വെച്ച് 2 കൊടുക്കും. പക്ഷെ നിൻ്റെ വലം കൈ എന്തോ ചെയ്തേക്കണം? എൻ്റെ കൈ തന്നേക്കണം. നീ മിണ്ടരുത്, നീ പ്രതികരിക്കരുത്. നിൻ്റെ വലം കൈ എൻ്റെ കൈ താ. നിൻ്റെ വലം കൈ എൻ്റെ കൈ താ. നീ ഒന്നും പ്രയാസപ്പെടണ്ട. ട്രസ്റ്റ് മീ, സബ്മിറ്റ് യുവർ സെൽഫ് ഇൻ മൈ ഹാൻഡ്. ഞാൻ നിൻ്റെ വലം കൈക്ക് പിടിച്ചോളാം. എന്നിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നീ അഭിഷക്തനാണെങ്കിൽ, ഞാൻ നിൻ്റെ വലം കൈക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ, വാതിലുകൾ നിൻ്റെ മുൻപാകെ തുറന്നിരിക്കും, കതകുകൾ അടയത്തുമില്ല. ഇന്ന് പകൽ നിൻ്റെ അഭിഷേകം നിന്നോട് പറയാം, ഡോർ ഷാൽ ബി ഓപ്പൺ ഫോർ യു. ഇന്ന് ഈ ആരാധന പൂർത്തീകരിക്കുമ്പോൾ അഭിഷേകം നിനക്കൊരു വാതിലിനെ തുറക്കും. ഈ ആരാധനയിൽ കയറി വന്ന മിനിറ്റുകളല്ല, ഈ ആരാധനയിൽ ദൈവ സാന്നിധ്യം വെളിപ്പെട്ട സമയങ്ങൾ തുടങ്ങി. പരിശുദ്ധാത്മാവിൻ്റെ അടുക്കൽ ശക്തമായൊരു കാര്യം പറയുന്നുണ്ട്. ഈ ആരാധന ചിലർക്ക് വാതിലുകളെ തുറക്കും. ഈ ആരാധന ചിലർക്ക് വാതിലുകളെ തുറക്കും. ഈ ആരാധന ചിലർക്ക് വാതിലുകളെ തുറക്കും. ഇന്ന് പകൽക്കാല അഭിഷക്തനെ നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കും. ആമേൻ. ഞാൻ ഒറ്റ വാക്യം വായിച്ച് അവസാനിപ്പിക്കുകയാണ്. കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യം. നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. ഇന്ന് പകൽ നിന്റെ അഭിഷേകത്തിന് ഒരു മനുഷ്യൻ്റെ ഒത്താശയുടെ ആവശ്യമില്ല. എന്നെ അഭിഷേകം ചെയ്യുന്നത് ദൈവം. എന്നെ അഭിഷേകം ചെയ്യുന്നത് ദൈവം.